Up here, we're free, bound only by frozen memories. Lost in time, racing all these broken dreams tonight. ഗുഡ് ഈവനിങ്. എല്ലാവരും എത്തിയില്ലേ? സമയം കഴിഞ്ഞു അല്ലേ? നമ്മുടെ ബോർഡ് കൂടെയൊക്കെ ഒന്ന് ഹാങ്ങൊക്കെ ആവും. നമ്മുടെ മൊബൈലൊക്കെ ഹാങ് ആവില്ലേ? അതുപോലെയൊക്കെ പലപ്പോഴൊക്കെ ഒരു പണിയൊക്കെ എനിക്ക് തരും. അങ്ങനെ തന്നതാണ്. ഞാൻ കുറേ നേരം കൊണ്ട് അതിട്ട് കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും വരുന്നില്ല. വന്നത് തൊട്ട് ഇറൈസ് ആവുന്നുമില്ല. അങ്ങനെയൊക്കെ ഇരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് ശരിയായത്. ഓക്കെ, മൊബൈലൊക്കെ ഹാങ് ആവുന്ന പോലെ ഇത് സിസ്റ്റം ഹാങ് ആവും. ഓക്കെ, തുടങ്ങാം. എത്ര പേരായി? ഒരു ഓക്കെ 73 പേരായി. ഓക്കെ, അക്കുലിൻ, കാർത്തിക്, ആദിത്യ, സ്ട്രീം ലാബ്സ്, അദ്വൈത്, തെൽബ, അശ്വിൻ, അനു, ദേവിക ജയകൃഷ്ണൻ, നിരഞ്ജന ജയന്തി, സൂര്യനാരായണ, അശ്വിൻ പി കുമാർ, പെയിൻ സ്ട്രീക്ക് ഗെയിമിംഗ്, തെൽബ, ദേവിക. ഓക്കെ, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഓക്കെ, സഹൽ, അനു, സുലൈഖ, നന്ദന, നിഖിൽ, നന്ദൻ, ഗോകുൽ, അഭിലാഷ് രാജ്, പെയിൻ സ്ട്രീക്ക് ഗെയിമിംഗ്. എന്തൊക്കെയാണ് വിശേഷം എന്നൊക്കെ ചോദിച്ചിരിക്കുകയാണ്. ഓക്കെ, നന്ദന, ഫൈസ, സിൽവർ സ്ട്രൈക്ക്, സ്റ്റീവ്. ഓക്കെ, രാഹുൽ, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനിയിപ്പോൾ വെയിറ്റ് ചെയ്ത് സമയം കളയണ്ട. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളവർ പെട്ടെന്ന് വരട്ടെ. വെയിറ്റ് ചെയ്യണോ? വേണ്ടല്ലോ, തുടങ്ങാം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതെല്ലാം നിങ്ങൾ ക്ലിയർ ആയി കാണും. അപ്പോൾ ഇന്ന് നമുക്ക് ഏകദേശം കുറച്ചുകൂടെ എടുക്കണം. നാളത്തെ ക്ലാസ് കൊണ്ട് ഈ ടോപ്പിക്ക് വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ, ഇനി പ്രോബ്ലംസ് എല്ലാം എടുക്കണ്ടേ? അപ്പോൾ പ്രോബ്ലംസ് എടുക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് ഇനി പിന്നെ ഒരു ചാപ്റ്ററേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് ഒരു ക്ലാസ് കൊണ്ട് തന്നെ നമുക്ക് ഫിനിഷ് ചെയ്യാമെന്നുള്ള ചാപ്റ്ററാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് റിവിഷൻ പഠിച്ചുകൊണ്ട് വരണം. അപ്പോൾ ഞാൻ പ്രോബ്ലംസും കൂടെ ചെയ്തു വരും. ഓക്കെ, അപ്പോൾ എല്ലാവരും ആത്മാർത്ഥമായിട്ടിരിക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തീർക്കാം. അപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ഐസോതെർമൽ, അഡയാബാറ്റിക് അതുവരെയൊക്കെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇന്ന് നമ്മൾ അടുത്തിലേക്ക് പോവാണ്. നമ്മൾ തുടങ്ങാൻ പോകുന്നത് ഫേസ് ഡയഗ്രത്തിലാണ്. ഫേസ് ഡയഗ്രം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കെമിസ്ട്രിയിൽ നിങ്ങൾ പഠിച്ചതായിരിക്കും. ഫേസ് ഡയഗ്രം. ഫേസ് ഡയഗ്രം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാഫ് വരയ്ക്കും. ഇവിടെ പിയും ഇവിടെ ടിയും കണക്ട് ചെയ്തിട്ട് ഒരു ഗ്രാഫ് വരയ്ക്കുന്നു. ആ ഗ്രാഫിനെ വിളിക്കുന്ന ജനറൽ പേരാണ് ഫേസ് ഡയഗ്രാം. അപ്പോൾ ഇറ്റ് ഈസ് എ ഗ്രാഫ് കണക്ടിങ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. പ്രഷർ ഈസ് ടേക്കൺ അലോങ് y ആക്സിസ്, ടെമ്പറേച്ചർ ഈസ് ടേക്കൺ അലോങ് x ആക്സിസ്. അത്രയേ ഉള്ളൂ, കൂടുതൽ ആരും ചോദിക്കില്ല. വാട്ട് ഈസ് ഫേസ് ഡയഗ്രാം? ഇറ്റ് ഈസ് എ ഗ്രാഫ് കണക്ടിങ് pressure and temperature. Pressure is plotted along y axis, temperature is plotted along x axis. അത്രയേ ഉള്ളൂ. ഇനി അടുത്ത ഒരു സംഗതിയാണ് ട്രിപ്പിൾ പോയിന്റ്. നിങ്ങൾക്ക് അറിയാമെന്നുള്ളൊരു സാധനമാണ് ട്രിപ്പിൾ പോയിന്റ്. കെമിസ്ട്രിയിലും പഠിച്ചതാണ് ട്രിപ്പിൾ പോയിന്റ് അല്ലേ? ഇപ്പോൾ ട്രിപ്പിൾ പോയിന്റ് നമുക്കറിയാമെന്നുള്ളൊരു സംഭവമാണ്. എന്താ, നമ്മുടെ സോളിഡ് ഐസ് നിങ്ങൾക്കറിയാം. ഐസ് എന്ന് പറയുന്നത് വാട്ടറിലേക്ക് മാറുന്നു അല്ലേ? ഐസ് ഉരുകി വാട്ടറായിട്ട് മാറി. അപ്പോൾ 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസ് ഉരുകിയാൽ നമുക്ക് 0 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ കിട്ടും. അപ്പോൾ അവിടെ 0 ഡിഗ്രിയുടെ പ്രത്യേകത എന്താണ്? സോളിഡ് സ്റ്റേറ്റും ലിക്വിഡ് സ്റ്റേറ്റും കോ എക്സിസ്റ്റ് ചെയ്യുന്നു 0-ൽ ആണല്ലോ. അതേപോലെ സോളിഡ് സ്റ്റേറ്റും ലിക്വിഡ് സ്റ്റേറ്റും ഗേഷ്യസ് സ്റ്റേറ്റും കോ എക്സിസ്റ്റ് ചെയ്യുന്ന ആ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് ട്രിപ്പിൾ പോയിന്റ്. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? അപ്പോൾ വാട്ട് ഈസ് ട്രിപ്പിൾ പോയിന്റ്? ഇറ്റ് ഈസ് എ പോയിന്റ്, ഇറ്റ് ഈസ് എ ടെമ്പറേച്ചർ അറ്റ് വിച്ച് എന്താണ് ദ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗേഷ്യസ് സ്റ്റേറ്റ്സ് ഓഫ് എ സബ്സ്റ്റൻസ് കോ എക്സിസ്റ്റ് ഇൻ തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറയും. നമ്മൾ 0 ഡിഗ്രിയുടെ പ്രത്യേകത പറഞ്ഞു.
എന്താണ് ഇറ്റ് ഈസ് എ ഫിക്സഡ് ടെമ്പറേച്ചർ അറ്റ് വിച്ച് സോളിഡ് ആൻഡ് ലിക്വിഡ് സ്റ്റേറ്റ്സ് ഓഫ് എ സബ്സ്റ്റൻസ് കോഎക്സിസ്റ്റ് ഇൻ തെർമൽ ഇക്വിലിബ്രിയം എന്നാണ് പഠിച്ചത് അല്ലേ. അതുപോലെ ട്രിപ്പിൾ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇറ്റ് ഈസ് എ ടെമ്പറേച്ചർ അറ്റ് വിച്ച് സോളിഡ് ലിക്വിഡ് ആൻഡ് ഗേഷ്യസ് സ്റ്റേറ്റ്സ് ഓഫ് എ സബ്സ്റ്റൻസ് കോഎക്സിസ്റ്റ് ഇൻ തെർമൽ ഇക്വിലിബ്രിയം എന്നാണ് ഡെഫിനിഷൻ. അപ്പോൾ ഇനി ഞാനൊരു ഗ്രാഫ് വരച്ച് കാണിക്കാം. നമ്മുടെ വാട്ടറിൻ്റെ ട്രിപ്പിൾ പോയിന്റ് കാണിക്കുന്ന ഒരു ഗ്രാഫാണ്. ഓക്കെ, അപ്പോൾ അവിടെ ഫേസ് ഡയഗ്രാമാണ് വരയ്ക്കുന്നത്. ഇവിടെ പ്രഷർ, ഇവിടെ ടെമ്പറേച്ചർ. അപ്പോൾ ഗ്രാഫിൻ്റെ ഷേപ്പ് ഞാൻ വരയ്ക്കാം. ഇതാ ഇങ്ങനെ വന്നിട്ട് ഓക്കെ, ഇതാ ഇതുപോലെ പിന്നെ ഇങ്ങനെ. ഓക്കെ, ഇങ്ങനെയാണ് ഗ്രാഫിൻ്റെ ഷേപ്പ്. ഇനി ഇതിൽ ഈ സ്ഥലത്തിന് ഇത് സോളിഡ് സ്റ്റേറ്റ് ആണ്, ഇത് ലിക്വിഡ് സ്റ്റേറ്റ് ആണ്, ഇത്രയും സ്ഥലം ഗേഷ്യസ് സ്റ്റേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ വരച്ച് വയ്ക്കണം. ഇനി ഇതിൻ്റെ നമ്മുടെ ഈ പോയിന്റിലെ ഈ പോയിന്റാണ് നമ്മൾ ട്രിപ്പിൾ പോയിന്റ്. ഇതിൻ്റെ ലെവലിലുള്ള ഈ ടെമ്പറേച്ചർ 0.01 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, അപ്പോൾ ലെവലിലുള്ള ടെമ്പറേച്ചർ എത്ര? 0.01 ആണ്. ഇനി പ്രഷർ എന്ന് പറയുന്നത് 0.006 ആണ്. അപ്പോൾ ഈ ലെവലിലുള്ള പ്രഷർ എന്ന് പറയുന്നത് 0.006 അറ്റ്മോസ്ഫറിക് പ്രഷറാണ്, അറ്റ്മോസാണ്. ഓക്കെ, അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കണം. അപ്പോൾ 0.006 അറ്റ്മോസ്ഫറിക് പ്രഷറും 0.01 ഡിഗ്രി സെൽഷ്യസും ആയിരിക്കുന്ന സമയത്ത് സോളിഡും ലിക്വിഡും ഗേഷ്യസും ആയിട്ടുള്ള സ്റ്റേറ്റുകൾ കോഎക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ വാട്ടറിൻ്റെ 3 സ്റ്റേറ്റുകളും ഈ പോയിന്റിൽ കോഎക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ പോയിന്റിനെ ഞാനിപ്പോൾ മാർക്ക് ചെയ്യുന്ന ഈ പോയിന്റാണ് വാട്ടറിൻ്റെ എന്തൊന്ന് ട്രിപ്പിൾ പോയിന്റ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചർ എത്രയാണ്? 0.01 ഡിഗ്രി സെൽഷ്യസ് ആണ്. പ്രഷർ എത്രയാണ്? 0.006 ഡിഗ്രി സെൽഷ്യസ്, സോറി അറ്റ്മോസ് ആണ്. ഇനി സോളിഡ് സ്റ്റേറ്റിന് അതാണ്ട് ഇത് ഇത്രയും സ്ഥലം എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റ് ആണ് അല്ലേ. ഇവിടെ എന്ന് പറയുന്നത് ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. ഇവിടെ ഇത്രയും സ്ഥലം എന്ന് പറയുന്നത് ഗേഷ്യസ് സ്റ്റേറ്റ് ആണ്, ആണല്ലോ. സോളിഡിനും ലിക്വിഡിനും ഇടയ്ക്ക്, സോളിഡ് സ്റ്റേറ്റിനും ലിക്വിഡ് സ്റ്റേറ്റിനും ഇടയ്ക്ക് ഒരു ഗ്രാഫ് നിങ്ങൾ കാണുന്നുണ്ടല്ലേ. ഇതിനെ, ഈ കർവിനെ ഫ്യൂഷൻ കർവ് എന്ന് പറയും. എന്താ പറയുക? ഫ്യൂഷൻ കർവ്. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഫ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? മെൽറ്റ് ആവുന്നു. അപ്പം മെൽറ്റിങ്ങിനെ കാണിക്കുന്ന കർവാണത്. ഇനി അടുത്ത് ലിക്വിഡിനും ഗേഷ്യസ് സ്റ്റേറ്റിനും ഇടയ്ക്കുള്ള ഈ കർവിനെ എന്തായിരിക്കും പറയുക? ലിക്വിഡ് ഗ്യാസ് ആവുന്ന പരിപാടിയുടെ പേര് എന്താണ്? വേപ്പറൈസേഷൻ. അപ്പോൾ വേപ്പറൈസേഷൻ കർവ് എന്നാണ് പറയുക. എന്താ പറയുക? വേപ്പറൈസേഷൻ കർവ്. ഇനി അടുത്ത് ഇവിടെ എല്ലാം സോളിഡാണ്, ഇവിടെ അത്രയും സോളിഡാണ്, ഇവിടെ ഗ്യാസ് ആണ്. അപ്പോൾ സോളിഡിനും ഗേഷ്യസ് സ്റ്റേറ്റിനും ഇടയ്ക്കുള്ള കർവാണ് ഇത് അല്ലേ. അപ്പോൾ സോളിഡ് ഗ്യാസ് ആവുന്ന പരിപാടിയെ വിളിക്കുന്നത്, ഡയറക്റ്റ് ഗ്യാസ് ആവുന്ന പരിപാടിയുടെ പേര് സബ്ലിമേഷൻ എന്നാണ്. അപ്പോൾ ഈ കർവിൻ്റെ പേരെന്തായിരിക്കും? സബ്ലിമേഷൻ കർവ് എന്നായിരിക്കും. എന്താ പേര്? സബ്ലിമേഷൻ കർവ്. ഓക്കെ, ഓർത്ത് വെച്ചോണം. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത് ആവശ്യമുള്ളതാണ്. ഇപ്പോൾ ശ്രദ്ധിച്ച്, എൻട്രൻസിനും ഇത് ആവശ്യമുള്ളതാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഓർത്തിരിക്കുക എന്നുള്ളതല്ലേ ഉള്ളൂ. സോ വാട്ട് ഈസ് ട്രിപ്പിൾ പോയിന്റ്? ചുമ്മാ പറ, മസിലൊക്കെ വിട്, ചുമ്മാ അങ്ങ് ഇരുതുക. തെർമോഡൈനാമിക്സ് ആണ് പഠിക്കുന്നത്. പാടാണ്, പൊതുവിൽ പിള്ളേർക്കെല്ലാം പാടുള്ള ആപ്റ്റാണ്. മസിലും പിടിച്ചുകൊണ്ടിരിക്കരുത്. മസിൽ പിടിച്ചിരുന്നാൽ പണ്ടാരം അടങ്ങും. അതുകൊണ്ട് സമാധാനമായിട്ടിരിക്കുക, കൂളായിട്ട് ഞാൻ പഠിപ്പിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഒന്നുമില്ല. ട്രിപ്പിൾ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? ഞാനാണ് റിലാക്സ് ചെയ്ത് നിൽക്കുന്നത്. നമുക്ക് ട്രിപ്പിൾ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ വാട്ടർ എടുക്കുന്നു. വാട്ടർ എന്ന് പറയുമ്പോൾ അത് ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. ഇനി ഐസ് എന്ന് പറയുമ്പോൾ അത് സോളിഡ് സ്റ്റേറ്റ് ആണ്. ഇനി വേപ്പർ ആകുമ്പോഴത്തേക്ക് അത് ഗേഷ്യസ് സ്റ്റേറ്റ് ആണ്. ഇത് 3 സ്റ്റേറ്റുകളും കോഎക്സിസ്റ്റ് ചെയ്യുന്ന കണ്ടീഷനെയാണ് ട്രിപ്പിൾ പോയിന്റ് എന്ന് പറയുന്നത്. ആ സമയത്തുള്ള ടെമ്പറേച്ചർ എത്രയാണ്? 0.01 ആണ്. ഇനി പ്രഷർ എത്രയാണ്? 0.006 ആണ്. ഓക്കെ, ഈ 2 കണ്ടീഷനും അപ്ലൈ ചെയ്താൽ വാട്ടർ എന്ന് പറയുന്നത് വാട്ടറും അല്ല, ഐസും അല്ല, ഗ്യാസും അല്ല, ആ പരുവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കോഎക്സിസ്റ്റ് ചെയ്യുന്നു. ഇനി സോളിഡ് സ്റ്റേറ്റിനും ലിക്വിഡ് സ്റ്റേറ്റിനും ഇടയ്ക്കുള്ള കർവിൻ്റെ പേരെന്താണ്? സോളിഡ് ലിക്വിഡ് ആവുന്ന പരിപാടി എന്താണെന്ന് ആലോചിക്കുക. എന്താണ്? ഫ്യൂഷൻ, മെൽറ്റിംഗ്. അപ്പോൾ ഫ്യൂഷൻ കർവ് എന്നാണ്. അടുത്ത ലിക്വിഡ് സ്റ്റേറ്റിനും ഗേഷ്യസ് സ്റ്റേറ്റിനും ഇടയ്ക്കുള്ള കർവിൻ്റെ പേരെന്താണ്? ലിക്വിഡ് ഗ്യാസ് ആവുന്ന പരിപാടി എന്താണ്? വേപ്പറൈസേഷൻ. അപ്പോൾ വേപ്പറൈസേഷൻ കർവ് എന്നാണ്. ഇനി സോളിഡ് ഡയറക്റ്റ് ഗ്യാസ് ആയിട്ട് മാറുന്ന പരിപാടിയുടെ പേര് സബ്ലിമേഷൻ എന്നാണ്. അപ്പോൾ സോളിഡിനും ഗ്യാസിനും ഇടയ്ക്കുള്ള ഈ കർവിൻ്റെ പേര് സബ്ലിമേഷൻ കർവ് എന്നാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അപ്പോൾ ഇത് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ ഗ്രാഫ് എന്ന് പറയുന്നത് ആരുടെ ട്രിപ്പിൾ പോയിന്റ് കാണിക്കുന്നു? വാട്ടറിൻ്റെ. ഇനി ഇതുപോലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ട്രിപ്പിൾ പോയിന്റ് കാണിക്കുന്ന ഡയഗ്രാം വരയ്ക്കാൻ അറിയണം. ഓക്കെ, ഇപ്പോൾ ഇവിടെ പ്രഷർ, ഇവിടെ ടെമ്പറേച്ചറാണ്. നമ്മൾ ഇതുപോലെ തന്നെ ഒരു ഗ്രാഫാണ്. അപ്പോൾ അതാ ഈ ഗ്രാഫ് ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ ഇതുമാതിരി ഒരു ചരിഞ്ഞ് കിടക്കുന്ന പോലെ ഇരിക്കും ഒരു ഗ്രാഫ്. അപ്പോൾ ഇവിടെ സോളിഡാണ്, ഇനി ഇവിടെ ലിക്വിഡാണ്, ഇനി ഇവിടെ എന്ന് പറയുന്നത് ഗ്യാസാണ്. ഓക്കെ, ഈ പോയിന്റാണ് ഇതിൻ്റെ ട്രിപ്പിൾ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -56.6 ആണ്, ഡിഗ്രി സെൽഷ്യസ് ആണ്. ഈ ലെവലിലുള്ള പ്രഷർ, ആ പ്രഷറും നിങ്ങൾ ഓർത്ത് വയ്ക്കുക, അതെന്ന് പറയുന്നത് 5.11 അറ്റ്മോസ് ആണ്. 5.11 അറ്റ്മോസ്. എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഈ 2 ഗ്രാഫുകളും ദയവ് ചെയ്ത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇവിടെയും പ്രത്യേകിച്ച് പറയേണ്ട, സോളിഡിനും ലിക്വിഡിനും ഇടയ്ക്കുള്ള ഈ കർവിൻ്റെ പേര്
ഫ്യൂഷൻ കർവ്. ലിക്വിഡിനും ഗ്യാസിനും ഇടയ്ക്കുള്ള കർവിൻ്റെ പേര് എന്താണ് പറയുക? ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറുന്ന പരിപാടി വേപ്പറൈസേഷൻ കർവ്. ഇനി അടുത്ത സോളിഡിനും ഗ്യാസിനും ഇടയ്ക്കുള്ള ഈ സ്ഥലത്തെ ഈ കർവിൻ്റെ പേര് എന്താണ്? സബ്ലിമേഷൻ കർവ്. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വയ്ക്കാം. അപ്പോൾ ഇത് രണ്ട് ഗ്രാഫുകളും ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വയ്ക്കുമല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ പല സ്ഥലത്തും പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് ചെയ്യുക. എന്തെങ്കിലും പ്രയാസം തോന്നിയോ? അടുത്തതിലോട്ട് പോയിക്കോട്ടെ. സോ വാട്ട് ഡു യു മീൻ ബൈ ട്രിപ്പിൾ പോയിന്റ്? സോ ഇറ്റ് ഈസ് എ ഫിക്സഡ് പോയിന്റ് അറ്റ് വിച്ച് എന്താണ് സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗേഷ്യസ് സ്റ്റേറ്റ്സ് ഓഫ് എ സബ്സ്റ്റൻസ് കോഎക്സിസ്റ്റ് ഇൻ തെർമൽ ഇക്വിലിബ്രിയം എന്നാണ്. സി വാട്ട് ആർ ദ ട്രിപ്പിൾ പോയിന്റ് വാല്യൂസ് ഫോർ വാട്ടർ? See 0.01 degree Celsius and 0.006 atmospheric pressure. Then what about carbon dioxide? Temperature is minus 56.6 degree Celsius. Pressure is 5.11 atmos. എന്തെങ്കിലും കുഴപ്പമുണ്ടോ മക്കളെ? അടുത്തേക്ക് പോകാമല്ലോ. അടുത്ത് ഇനിയുള്ളതെല്ലാം നിങ്ങൾക്ക് അറിയാമെന്നുള്ളതാണ്. ഞാൻ ഇതെല്ലാം എറൈസ് ചെയ്തേളെ, എല്ലാം എറൈസ് ചെയ്തു. ഇനി ഞാൻ പറയുന്നത് സ്പെസിഫിക് ഹീറ്റ് ഓഫ് എ gas at constant volume. നമ്മളതിനെ CV എന്ന് എഴുതും. ഓക്കെ, സ്പെസിഫിക് ഹീറ്റ് ഓഫ് എ ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. നിങ്ങൾ കെമിസ്ട്രിയിലും പഠിച്ചതാണ്. എന്താണ് സാധനം? ഒരു ഗ്യാസിനെ എടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്കൊരു 1 കിലോഗ്രാം ഗ്യാസ് എടുക്കാം. 1 കിലോ ഗ്യാസ് എടുത്തോട്ടെ. അപ്പോൾ 1 കിലോ ഗ്യാസ് എടുത്തു. അപ്പോൾ ഒരു കണ്ടെയ്നറിനകത്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇവിടെ വെച്ച് അടച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇത്രയും സ്ഥലമാണ് അതിൻ്റെ വോളിയം. ഗ്യാസിന് ഇരിക്കാൻ വേണ്ടിയുള്ള സ്ഥലം ആണ് അതിൻ്റെ വോളിയം. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ വോളിയം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ വോളിയം എന്ത് ചെയ്യാൻ പറ്റില്ല? മാറാൻ പറ്റില്ല. അപ്പോൾ വോളിയം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഈ പാത്രത്തിൻ്റെ അകത്ത് ഒരു ഗ്യാസ് ഉണ്ട്. എത്ര കിലോ ഗ്യാസ് ആണ്? 1 കിലോ ഗ്യാസ് ആണ്. ചുമ്മാ തിരിക്കും. എന്താണ്? ഒരു പാത്രം എടുത്തു, പാത്രത്തിൻ്റെ അകത്ത് എന്ത് വെച്ചു? 1 കിലോ ഗ്യാസ് വെച്ചു. എന്നിട്ട് പാത്രത്തിന് ഒരു അടപ്പുണ്ട്. ഈ അടപ്പ് നമ്മൾ ഫിക്സ് ചെയ്ത് വയ്ക്കുന്നു. ഓക്കെ, ഇവിടെ എല്ലാം സീൽ ചെയ്തു. ഓക്കെ, അടച്ചു വെച്ചു, അനങ്ങാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ വോളിയം എന്ന് പറയുന്നത്, പാത്രത്തിൻ്റെ വോളിയം എന്ന് പറയുന്നത് ഇത്രയാണ്. ഇനി നിങ്ങൾ ഇവിടെ ഒരു തെർമോമീറ്ററൊക്കെ ഇവിടെ ഇങ്ങനെ ഇൻസർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ അടിയിൽ ഹീറ്റ് കൊടുക്കുക. ഓക്കെ, ഹീറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് തെർമോമീറ്ററിൻ്റെ ടെമ്പറേച്ചർ, ഇപ്പോഴത്തെ ടെമ്പറേച്ചർ 1 ഡിഗ്രി കൂട്ടണം. അപ്പോൾ ഇപ്പോഴും കാണിക്കുന്ന ടെമ്പറേച്ചർ 30 ആണെങ്കിൽ അത് എത്രയായിട്ട് മാറണം? 31 ഡിഗ്രി ആയിട്ട് മാറണം. ഓക്കെ, അപ്പോൾ 1 ഡിഗ്രി ടെമ്പറേച്ചർ കൂട്ടാൻ വേണ്ടി നിങ്ങൾ എന്ത് കൊടുക്കേണ്ടി വരും? ഹീറ്റ്. എത്രമാത്രം ഹീറ്റ് കൊടുക്കണോ അത്രയും ഹീറ്റിനെ വിളിക്കുന്ന പേരാണ് സ്പെസിഫിക് ഹീറ്റ് ഓഫ് എ ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. അപ്പോൾ എന്താണ് സ്പെസിഫിക് ഹീറ്റ് ഓഫ് എ ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം? ചുമ്മാതെ മസിൽ വിട്ട് നിങ്ങൾ ഒരാളിന് പറഞ്ഞു കൊടുക്കുന്ന പോലെ പറയുക, അത്രയേ ഉള്ളൂ. ഒരു പാത്രം എടുക്കുക, പാത്രത്തിന് അകത്ത് 1 കിലോ ഗ്യാസ് അങ്ങോട്ട് ഇടുക. ഇനി അതിനടുത്ത് ഒരു അടപ്പ് വയ്ക്കുക, അടപ്പിനെ സീൽ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി അനങ്ങാൻ പാടില്ല. അടപ്പ് ആ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരിക്കണം. ഇനി അതിനകത്ത് തന്നെ ഒരു ഹോളൊക്കെ ഇട്ട് ഒരു തെർമോമീറ്ററൊക്കെ സെറ്റ് ചെയ്യുക. അവിടെയും സീലൊക്കെ ചെയ്യുക, അനങ്ങരുത്. ഇനി അപ്പോൾ അങ്ങനെ ഗ്യാസ് ഇരിക്കുകയാണ്. എത്ര ഗ്യാസാണ്? 1 കിലോ ഗ്യാസ്. ഇനി ഇപ്പോൾ ആ തെർമോമീറ്റർ ഒരു റീഡിങ് കാണിക്കും. ഇനി അടിയിൽ ചൂട് കൊടുക്കുമ്പോഴത്തേക്ക് ടെമ്പറേച്ചർ എത്ര കൂടും? 1 ഡിഗ്രി കൂടും. ടെമ്പറേച്ചർ 1 ഡിഗ്രി കൂടാൻ വേണ്ടി അടിയിൽ എന്ത് കൊടുത്തു? ഹീറ്റ് കൊടുത്തു. എത്ര ഹീറ്റ് കൊടുക്കുന്നോ അത്രയും ഹീറ്റിനെ പറയുന്ന പേരാണ് specific heat at a constant volume. Okay, but what do you mean by specific heat of a gas at a constant volume? It is the amount of heat required to rise the temperature of 1 kilogram of a gas through 1 degree Celsius, keeping volume constant. It is the amount of heat required to rise the temperature of 1 kilogram of a gas through 1 degree Celsius, keeping what constant? Volume constant. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നത് സ്പെസിഫിക് heat of a gas at constant constant pressure. Specific heat of a gas at a constant pressure. അത് നമ്മൾ CP എന്ന് പറയട്ടെ. എന്താണെന്ന് നമ്മൾ വീണ്ടും നമ്മളൊരു പാത്രം എടുത്തു. ഓക്കെ, ഇനി ഈ പാത്രത്തിനകത്ത് 1 കിലോ ഗ്യാസ് ഇട്ടു. ഓക്കെ, ഇനി ഇവിടെ ഒരു നമ്മളൊരു പിസ്റ്റൺ ആണ് സെറ്റ് ചെയ്തത്. പിസ്റ്റണൊക്കെ നിങ്ങൾക്ക് പറഞ്ഞാൽ അറിയാം. ഇനി അടുത്ത പിസ്റ്റൺ ആണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഇവിടെ നോക്കൂ. ഇനി ഇപ്പം ഇതിൻ്റെ വോളിയം ഇത്രയാണ്. ഓക്കെ, ഞാൻ ഈ പിസ്റ്റണിനെ എങ്ങും ഫിക്സ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ അതിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? മൂവ് ചെയ്യാം. അപ്പോൾ വോളിയം എന്തല്ല? ഫിക്സഡ് അല്ല. നേരത്തെ ഉള്ള ഈ അടപ്പിനെ എന്ത് ചെയ്തായിരുന്നു? നമ്മൾ ഫിക്സ് ചെയ്തായിരുന്നു. അപ്പോൾ ഗ്യാസിന് ഇത്ര സ്ഥലത്തെ ഓടിക്കളിക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോഴും തന്നെ ഈ പിസ്റ്റൺ ഇവിടെ ഇരിക്കുകയാണ്. പിസ്റ്റണിനെ ആരും ഒന്നും ചെയ്തിട്ടില്ല, അതവിടെ വെറുതെ ഇരിക്കുകയാണ്. ഇനി ഗ്യാസിനെ ചൂടാക്കുക. ഓക്കെ, ഇനി നേരത്തെ ഉള്ളതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു തെർമോമീറ്റർ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ 30 ആണെന്ന് ഇരിക്കട്ടെ.
ഇനി ഇത് എത്രയാക്കണം? 31 ആക്കണം. 1 ഡിഗ്രി കൂട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി എന്ത് ചെയ്യും? ഹീറ്റ് കൊടുക്കും. അപ്പോൾ ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് ഞാൻ ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് ഞാൻ കുറച്ചധികം ഹീറ്റ് കൊടുക്കേണ്ടി വരും. എന്ത് കൊടുക്കേണ്ടി വരും? കുറച്ചധികം ഹീറ്റ് കൊടുക്കേണ്ടി വരും. ഇനി ഒരു കാര്യം കൂടെ, നമ്മുടെ ഇവിടുത്തെ ഇതിൻ്റെ അകത്തുള്ള പ്രഷറിന് യാതൊരു മാറ്റവും വരാൻ പാടില്ല. ഇതിൻ്റെ അകത്ത് ഇത്രയും സ്ഥലത്ത് ഒരു പ്രഷർ ഉണ്ടല്ലോ. അപ്പോൾ പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി നമുക്കൊരു പ്രഷർ മീറ്ററൊക്കെ ഇവിടെ വയ്ക്കാം. അപ്പോൾ ആ പ്രഷർ മീറ്റർ വെച്ചു. അപ്പം പ്രഷർ യാതൊരു മാറ്റവും വരരുത്. അപ്പോൾ പ്രഷർ റീഡിങ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അടിയിൽ എന്ത് ചെയ്യുക? ചൂടാക്കുക. പ്രഷർ യാതൊരു മാറ്റവും വരരുത്. ടെമ്പറേച്ചർ എത്ര ഡിഗ്രി കൂട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം? 1 ഡിഗ്രി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഹീറ്റ് കൊടുക്കണം. കുറേ നേരം കഴിയുമ്പോഴത്തേക്ക് ടെമ്പറേച്ചർ എത്രയാവും? 1 ഡിഗ്രി കൂടും. ഓക്കെ, ആ സമയത്ത് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, നമ്മൾ കുറേ കൂടുതൽ സമയം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ചൂട് കൊടുക്കേണ്ടി വരും. അതായത് കുറച്ചധികം ചൂടാണ് നമ്മളിവിടെ കൊടുക്കേണ്ടി വരുന്നത്. ഈ സമയത്ത് നടക്കുന്ന ഒരു കാര്യം, അതായത് ഇവിടെ ഇരിക്കുന്ന പിസ്റ്റൺ ഇല്ലേ, ഈ പിസ്റ്റൺ വെളിയിലോട്ട് പുഷ് ചെയ്യപ്പെടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ പിസ്റ്റൺ ഇവിടെ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വെളിയിലേക്ക് നീങ്ങും. ആ സമയത്ത് നമ്മൾ പ്രഷർ മീറ്റർ നോക്കിയാൽ പ്രഷർ മീറ്റർ നേരത്തെ ഉള്ള അതേ റീഡിങ് കാണിക്കും. അപ്പോൾ ഇവിടെ എന്താണ് ചെയ്തത്? ഞാൻ ഇപ്പോഴേ പറഞ്ഞു, കുറച്ച് കൂടുതൽ ഹീറ്റ് കൊടുക്കേണ്ടി വന്നു എന്ന് ഞാൻ പറഞ്ഞു അല്ലേ? എന്തിനാണ് എനിക്ക് ഈ ഹീറ്റ് കൊടുത്തത്? ഈ ഹീറ്റ് കൊടുത്തപ്പോഴത്തേക്ക് ഇവിടെ പിസ്റ്റണിനെ വെളിയിലേക്ക് തള്ളി നീക്കിയത് ഇതിനകത്തുള്ള ഗ്യാസ് അല്ലേ? അപ്പോൾ അവിടെ ഗ്യാസ് ഒരു വർക്കും കൂടെ ചെയ്തു. ഓക്കെ, അപ്പോൾ കൂടുതൽ ഹീറ്റ് ഇവിടെ കൊടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ നമ്മൾ എന്താണ്, സി വാട്ട് ഡു യു മീൻ ബൈ സ്പെസിഫിക് ഹീറ്റ് ഓഫ് എ ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ? നിങ്ങൾ ഒരാളിന് പറഞ്ഞു കൊടുക്കുകയാണ്. എങ്ങനെ പറയും? ഒരു പാത്രത്തിനകത്ത് 1 കിലോ ഗ്യാസ് പോയി, ഇനി ഇതിനെ ഒരു ടൈറ്റ് ആയിട്ടുള്ളൊരു പിസ്റ്റൺ സെറ്റ് ചെയ്യുക. ഇനി ഇതിനെ എന്ത് ചെയ്യരുത്? സ്ക്രൂ ഒന്നും ചെയ്ത് പിടിപ്പിക്കരുത്, സീലൊന്നും ചെയ്യരുത്, അങ്ങനെ പറഞ്ഞു കൊടുക്കണം. പിന്നെന്താണ്, ഇവിടെ ഒരു തെർമോമീറ്ററൊക്കെ സെറ്റ് ചെയ്തോ. ഇനി എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്? നമ്മുടെ ഇതിനെ ഒരു പ്രഷർ മീറ്ററൊക്കെ സെറ്റ് ചെയ്തോ. ഇനി പ്രഷർ യാതൊരു കാരണവശാലും മാറരുത്, പ്രഷർ മാറാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ ചൂടാക്കിക്കോ. അപ്പോൾ ചൂടാക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ ഗ്യാസ് ഹീറ്റഡ് ആവും. ഹീറ്റഡായിട്ട് ഹീറ്റഡ് ആയിട്ടുള്ള ഗ്യാസ് ആരെ ചവിട്ടി വെളിയിലേക്ക് കളയും? ഈ പിസ്റ്റണിനെ ചവിട്ടി വെളിയിലേക്ക് കളയും. അപ്പോൾ പിസ്റ്റൺ മേലോട്ട് പൊങ്ങും. ഇനി പ്രഷർ മീറ്റർ ആ കാണിക്കുന്ന റീഡിങ് തന്നെ കാണിക്കും. ഇവിടുത്തെ ടെമ്പറേച്ചർ 1 ഡിഗ്രി കൂടുകയും ചെയ്യും. നിങ്ങൾ ഇത്രയും നേരം ഹീറ്റ് കൊടുത്തത് കോമൺ സെൻസ് ഉള്ള ഒരാളാണെങ്കിൽ ആദ്യത്തെ എക്സ്പെരിമെൻ്റ് കഴിഞ്ഞു, രണ്ടാമത്തെ എക്സ്പെരിമെൻ്റ് കഴിഞ്ഞു. നമുക്ക് തന്നെ അറിയാം, നമ്മൾ ഇത്രയും കുറച്ചധികം ചൂട് കൊടുത്തല്ലോ എന്ന് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ കൊടുത്ത ഹീറ്റ് ഒരു കാര്യത്തിന് വേണ്ടി അഡീഷണൽ ആയിട്ട് ഉപയോഗിച്ചാണ് കാര്യം. എന്താണ്? ഇവിടെ പിസ്റ്റണിനെ വെളിയിൽ ചവിട്ടിക്കളയാൻ. അപ്പോൾ നമ്മൾ ഈ സമയത്ത് കൊടുക്കേണ്ടി വരുന്ന ആ അധികം ഹീറ്റിനെ വിളിക്കുന്ന പേരാണ് സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. അപ്പോൾ ഏത് സമയത്താണ് കൂടുതൽ കോൺസ്റ്റന്റ് പ്രഷർ? ഓക്കെ, ഏത് സമയത്താണ് നമ്മൾ കൂടുതൽ ഹീറ്റ് കൊടുക്കേണ്ടി വരുന്നത്? ഈ രണ്ടാമത്തെ കേസിൽ. അപ്പോൾ ഒരേ ഗ്യാസ് തന്നെയാണ്, കൂടുതൽ ഹീറ്റ് കൊടുക്കേണ്ടി വരുന്നത് രണ്ടാമത്തെ കേസിലാണ്. അപ്പോൾ വാട്ട് ഡു യു മീൻ ബൈ സ്പെസിഫിക് ഹീറ്റ് ഓഫ് എ ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതിന് ലെറ്റർ എന്താണ്? CP എന്നാണ്. എങ്ങനെ നിങ്ങൾ പറയും? ഇറ്റ് ഈസ് എ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 കിലോഗ്രാം ഓഫ് എ ഗ്യാസ് ത്രൂ 1 ഡിഗ്രി സെൽഷ്യസ് കീപ്പിംഗ് പ്രഷർ കോൺസ്റ്റന്റ്. നേരത്തെ ഉള്ളതിൽ എന്തായിരുന്നു? വോളിയം കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ഒറ്റ വേർഡ് മാത്രം മാറ്റിയാൽ മതി. പറഞ്ഞോ, വാട്ട് ഡു യു മീൻ ബൈ സ്പെസിഫിക് ഹീറ്റ് ഓഫ് എ ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ? ഇറ്റ് ഈസ് എ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 കിലോഗ്രാം ഓഫ് എ ഗ്യാസ് ത്രൂ 1 ഡിഗ്രി സെൽഷ്യസ് കീപ്പിംഗ് പ്രഷർ കോൺസ്റ്റന്റ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ മക്കളെ? ഇനി ഞാൻ അടുത്തതിലേക്ക് പോകാൻ പോവാണ്. പ്രയാസമൊന്നുമില്ല. ഇനി നമ്മളൊരു ഗ്യാസിൻ്റെ കേസിൽ സാധാരണഗതിയിൽ നമ്മൾ 1 കിലോ എന്ന് പറയുന്നതിന് പകരം 1 മോൾ എന്ന് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഭംഗി. അപ്പം ഞാൻ ഇനി പറയുന്ന ഒരു വേർഡാണ് മോളാർ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. അതാണ് CV. ഓക്കെ, നമ്മൾ പാത്രം എടുത്തില്ലേടാ, ഈ പാത്രത്തിനകത്ത് നമ്മൾ എടുക്കേണ്ടത് 1 മോൾ ഗ്യാസ് ആണ്. എന്താണ്? 1 മോൾ ഗ്യാസ് ആണ്. ഓക്കെ, ഇനി ഇവിടെ ഒരു അടപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വോളിയം കോൺസ്റ്റന്റ് ആണ്. ഇനി നമ്മുടെ ഇവിടെ എന്ത് സെറ്റ് ചെയ്യുക? തെർമോമീറ്റർ സെറ്റ് ചെയ്യുക. ഈ തെർമോമീറ്ററിലെ ടെമ്പറേച്ചർ എത്ര ഡിഗ്രി കൂട്ടണം? 1 ഡിഗ്രി കൂട്ടണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇവിടെ ഹീറ്റ് കൊടുക്കേണ്ടി വരും. എത്ര ഹീറ്റ് കൊടുക്കണോ അത്ര ഹീറ്റിനെ വിളിക്കുന്ന പേരാണ് സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. അപ്പോൾ അതിന് CV എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഗ്യാസിൻ്റെ കേസിൽ ബെറ്റർ എന്താണ്? മോളാർ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം എന്ന് പറയുന്നതായിരിക്കും നല്ലത്. അപ്പോൾ വാട്ട് ഡു യു മീൻ ബൈ മോളാർ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം എന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. നിങ്ങൾ എങ്ങനെ ആൻസർ പറയും? അല്ലാതെ ചോദിച്ചാൽ നിങ്ങൾ 1 കിലോ എന്ന് പറഞ്ഞാൽ മതി. സോ വാട്ട് ഡു യു മീൻ ബൈ മോളാർ സ്പെസിഫിക് heat at a constant volume? It is an amount of heat required to rise the temperature of 1 mole of a gas through
1 degree Celsius keeping what constant? Oleum constant. ഒന്നും കൂടെ, it is the amount of heat required to rise the temperature of 1 mole of a gas through 1 degree Celsius keeping oleum constant എന്നാണ്. അപ്പോൾ അത് CV ആണ്. ഇനി നിങ്ങൾക്ക് പറയാമോ what do you mean by molar specific heat at a constant pressure? അപ്പോൾ അതിൻ്റെ ലെറ്റർ എന്തായിരിക്കും? CP എന്നായിരിക്കും. നിങ്ങൾ പറയൂ, നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ. അപ്പോൾ ഇറ്റ് ഈസ് എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 mole ഓഫ് എ ഗ്യാസ് ത്രൂ 1 degree Celsius കീപ്പിംഗ് വാട്ട് കോൺസ്റ്റന്റ്? പ്രഷർ കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പോൾ ഏത് കേസിലാണ് കൂടുതൽ ഹീറ്റ് വരിക? രണ്ടാമത്തെ കേസിലാണ് കൂടുതൽ ഹീറ്റ് വേണ്ടി വരിക. അപ്പോൾ ഓർത്ത് വയ്ക്കണം. സോ ഞാൻ 4 ടേംസ് ആണ് ഇപ്പോൾ പറഞ്ഞത്. സ്പെസിഫിക് ഹീറ്റ് ഓഫ് എ ഗ്യാസ് അറ്റ് എ കോൺസ്റ്റന്റ് പ്രഷർ, അടുത്ത സ്പെസിഫിക് ഹീറ്റ് ഓഫ് എ ഗ്യാസ് അറ്റ് എ കോൺസ്റ്റന്റ് വോളിയം, അടുത്ത മോളാർ സ്പെസിഫിക് ഹീറ്റ് ഓഫ് എ ഗ്യാസ് അറ്റ് എ കോൺസ്റ്റന്റ് പ്രഷർ, മോളാർ സ്പെസിഫിക് ഹീറ്റ് ഓഫ് എ ഗ്യാസ് അറ്റ് എ കോൺസ്റ്റന്റ് വോളിയം. ഇങ്ങനെ 4 ടേംസ് ആണ് പറഞ്ഞത്. ഇനി റെപ്രസെൻറ്റേഷൻ ലെറ്റർ എന്താണ്? പ്രഷർ ആണെങ്കിൽ CP, വോളിയം വരുന്നതാണെങ്കിൽ CV. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഒന്ന് പറഞ്ഞേ, സ്പെസിഫിക് ഹീറ്റ് ഓഫ് എ ഗ്യാസ് അറ്റ് എ കോൺസ്റ്റന്റ് വോളിയം എന്താണ്? ഇറ്റ് ഈസ് എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 kilogram ഓഫ് എ ഗ്യാസ് ത്രൂ 1 degree Celsius കീപ്പിംഗ് വോളിയം കോൺസ്റ്റന്റ്. അടുത്ത എന്താണ്? അടുത്ത ഡെഫിനിഷൻ പറയുമ്പോൾ പ്രഷർ കോൺസ്റ്റന്റ്. ഇനി ഇവിടുത്തെ കേസ് പറയൂ, വാട്ട് ഡു യു മീൻ ബൈ മോളാർ സ്പെസിഫിക് ഹീറ്റ് ഓഫ് എ ഗ്യാസ് അറ്റ് എ കോൺസ്റ്റന്റ് വോളിയം? ഇറ്റ് ഈസ് എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 mole ഓഫ് എ ഗ്യാസ് ത്രൂ 1 degree കീപ്പിംഗ് വോളിയം കോൺസ്റ്റന്റ്. അടുത്ത ചോദിച്ചാൽ പ്രഷർ കോൺസ്റ്റന്റ്. ഓക്കെ, ഇനി ഞാനിപ്പോൾ പറഞ്ഞു ഏത് കേസിലാണ് കൂടുതൽ ഹീറ്റ് കൊടുക്കേണ്ടി വരിക? പ്രഷർ കോൺസ്റ്റന്റ് ആയിട്ട് വയ്ക്കുമ്പോൾ ആണല്ലോ. അപ്പോൾ ഇനി എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇതെല്ലാം റൈസ് ചെയ്യാണ്. why CP is greater than CV? CP എന്തുകൊണ്ടാണ് CV-യേക്കാളും കൂടുതൽ എന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ഞാൻ പറയാം. നമുക്കൊരു ഗ്യാസ് എടുക്കാടാ. അപ്പോൾ ഈ ഗ്യാസ് എടുത്തു. ഓക്കെ, ഒരു പാത്രത്തിനകത്തൊരു ഗ്യാസ് എടുത്തിരിക്കുകയാണ്. ഇനി ഇപ്പോൾ ഇതിൻ്റെ വോളിയം കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, ഈ പാത്രത്തിൻ്റെ വോളിയം കോൺസ്റ്റൻ്റ് ആണ്. ഇനി അപ്പോൾ ഈ ഓളി ആരും മാറ്റാനൊന്നും പോണില്ല. ഇതിനകത്ത് എന്താണ്? ഞാൻ ഒരു 1 mole ഗ്യാസ് എടുത്തു വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഒരു ഫിക്സഡ് നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണും ആണ്. ഇനി ഇതിനെ ഞാൻ ചൂടാക്കുന്നു. ഓക്കെ, ഞാൻ ചൂടാക്കുകയാണ്. കണ്ടല്ലോ, സന്തോഷമായില്ലേ? അപ്പോൾ ചൂടാക്കി. എന്താണ് ഉദ്ദേശം? 1 degree ടെമ്പറേച്ചർ കൂട്ടുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ അതിന് വേണ്ടി ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ എത്ര ഡിഗ്രി കൂട്ടി? 1 degree കൂട്ടി. ഓക്കെ, എന്ത് കോൺസ്റ്റൻ്റാ? വോളിയം കോൺസ്റ്റൻ്റ് ആണ്. അപ്പം ഞാൻ കൊടുത്ത ഈ ഹീറ്റില്ലേ, ഈ ഹീറ്റ് ഉപയോഗിക്കുന്നത് എന്തിനെന്ന് ഞാൻ പറയാം. ഈ ഹീറ്റ് ഉപയോഗിച്ച് ഈ മോളിക്യൂൾസിൻ്റെ ഇൻറ്റേർണൽ എനർജി കൂടും. എന്ത് കൂടും മക്കളെ? ഇൻറ്റേർണൽ എനർജി കൂടും. ഞാൻ കൊടുത്ത ഹീറ്റ് എന്തിനു വേണ്ടി ഉപയോഗിച്ചു? മോളിക്യൂൾസിൻ്റെ ഇൻറ്റേർണൽ എനർജി കൂടാൻ വേണ്ടിയാണ് ഉപയോഗിച്ചത്. എന്ത് കൂടാനാണ്? ഇൻറ്റേർണൽ എനർജി ആണല്ലോ. ഇനി നമ്മൾ അതേ ഗ്യാസിനെ അതാ വീണ്ടും എടുത്തിരിക്കുന്നു. ഇവിടെ എന്താണ് കോൺസ്റ്റൻ്റ് ആക്കി വയ്ക്കുന്നത്? പ്രഷറാണ് കോൺസ്റ്റൻ്റ് ആക്കി വയ്ക്കുന്നത്. അപ്പോൾ 1 mole ഗ്യാസ് എടുത്തു. ഓക്കെ, ഞാൻ ഇതിനെ ചൂടാക്കുകയാണ്. അപ്പോൾ ഹീറ്റ് കൊടുത്തു. അപ്പോൾ ഞാൻ കൊടുക്കുന്ന ഹീറ്റ് കൊണ്ട് ഇതിന് നേരത്തെ ഉള്ള അതേ ഗ്യാസാണ്, അതേ 1 mole ഗ്യാസാണ്. നോക്ക്, ഇന്റേണൽ എനർജി ഒരു പർട്ടിക്കുലർ എമൗണ്ട് അല്ലേ വരൂ. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചാണ്. എന്താണ് ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞാൽ? സം ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ആണല്ലോ. സെയിം ഗ്യാസ് ആണ്. അപ്പോൾ ഇന്റേണൽ എനർജി ഒരുപോലെ അല്ലേ കൂടൂ ആണ്. അപ്പം ഞാൻ കൊടുത്ത ഹീറ്റ് ഇപ്പോൾ പ്രഷർ കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് ചൂടാക്കുകയാണ്. ഈ സമയത്ത് ഞാൻ കൊടുത്ത ഹീറ്റില്ലേടാ, ആ ഹീറ്റ് ഉപയോഗിച്ച് മോളിക്യൂൾസിൻ്റെ ഇന്റേണൽ എനർജി കൂടി. ഓക്കെ, അപ്പോൾ നേരത്തെയും ഞാൻ കൊടുത്ത ഹീറ്റ് ഉപയോഗിച്ച് എന്ത് കൂടി? ഇന്റേണൽ എനർജി കൂടി. ഓക്കെ, അപ്പം ഞാൻ കൊടുത്ത ഹീറ്റ് 10 ജൂളാണ്. ഓക്കെ, ആ 10 ജൂൾ ഹീറ്റ് 10 ജൂൾ ഇന്റേണൽ എനർജി കൂടാൻ വേണ്ടി ഉപയോഗിച്ചു. ഓക്കെ, ഇനി ഞാനിവിടെ ഹീറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇന്റേണൽ എനർജി എത്ര കൂടും? 10 ജൂൾ. അപ്പോൾ 10 ജൂൾ ഇന്റേണൽ എനർജി കൂടി. അപ്പോൾ അതിന് വേണ്ടി എത്ര ജൂൾ കൊടുക്കേണ്ടി വരും? 10 ജൂൾ. ഓക്കെ, ഇനി ഞാൻ കുറച്ച് നേരം ടെമ്പറേച്ചർ ഞാൻ 10 ജൂൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഇന്റേണൽ എനർജി 10 ജൂൾ കൂടി. പക്ഷേ ടെമ്പറേച്ചർ എത്ര ഡിഗ്രി കൂടിയില്ല? 1 ഡിഗ്രി കൂടിയില്ല. അതിനുവേണ്ടി ഞാൻ വീണ്ടും എന്ത് ചെയ്യണം? ചൂടാക്കണം. അപ്പം ഞാനൊരു 2 ജൂൾ കൂടെയൊക്കെ കൊടുത്തപ്പോഴത്തേക്ക് ഈ പിസ്റ്റൺ എന്ത് ചെയ്തു? വെളിയിലോട്ട് പുഷ് ചെയ്യപ്പെട്ടു. അപ്പം പിസ്റ്റൺ ഇങ്ങോട്ട് നീങ്ങി. ഓക്കെ, ആ സമയത്ത് അപ്പം ഞാൻ ടോട്ടൽ എത്ര ജൂൾ കൊടുക്കേണ്ടി വന്നു? 12 ജൂൾ കൊടുത്തപ്പോഴാണ് ടെമ്പറേച്ചർ എത്ര കൂടിയത്? 1 ഡിഗ്രി കൂടിയത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്കറിയില്ല, ഞാൻ ഒന്നുകൂടെ പറയാം. ആദ്യത്തെ കേസിൽ എന്താണ്? നമ്മുടെ പാത്രം എടുത്തു, പാത്രത്തിൻ്റെ അടിയിൽ
ചൂടാക്കിയ സമയത്ത് ഞാനൊരു 10 ജൂൾ ഹീറ്റ് കൊടുത്തെന്ന് വെച്ചോ. അപ്പോൾ കൊടുത്ത സമയത്ത് ഇതിൻ്റെ ഇൻറ്റേർണൽ എനർജി എത്ര ജൂൾ കൂടി? 10 ജൂൾ കൂടി. ഓക്കെ, സന്തോഷം. അപ്പോൾ ഞാൻ കൊടുക്കേണ്ടി വരുന്ന ഹീറ്റ് എന്ന് പറയുന്നത് 10 ജൂളാണ്. ഓക്കെ, ഇനി അടുത്തെന്താണ്? നമ്മുടെ ഉദ്ദേശം നടന്നു. ടെമ്പറേച്ചർ എത്ര ഡിഗ്രി കൂടി? 1 ഡിഗ്രി സെൽഷ്യസ് കൂടി. ഹാപ്പിയായി. അപ്പോൾ ഈ കൊടുക്കേണ്ടി വരുന്ന 10 ജൂളിനെയാണ് ഞാൻ എന്തെന്ന് പറയുക? സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം എന്ന് പറയുക. ഇനി അടുത്തെന്താണ്? അതേ ഗ്യാസിനെ ഈ പാത്രത്തിലോട്ടാക്കി എന്നിട്ട് പ്രഷർ കോൺസ്റ്റന്റ് ആക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഞാൻ വീണ്ടും ചൂടാക്കുകയാണ്. ഞാൻ ചൂടാക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക? എൻ്റെ ഉദ്ദേശം എന്താണ്? ടെമ്പറേച്ചർ 1 ഡിഗ്രി കൂട്ടണമെന്നാണ്. അപ്പം ഞാൻ ചൂടാക്കി, കുറേ നേരം ചൂടാക്കിയിട്ടൊന്നും ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നില്ല? 1 ഡിഗ്രി കൂടുന്നില്ല. അവസാനം കൂടുന്ന സാഹചര്യം ആവാറായി. അപ്പോൾ നേരത്തെ ഉള്ള അതേ ഗ്യാസാണ്. അപ്പോൾ ഇന്റേണൽ എനർജി എത്ര തന്നെ കൂടണം? 10 ജൂൾ തന്നെ കൂടണം. അപ്പോൾ നമ്മളോട് ആദ്യം എത്ര ജൂൾ കൊടുക്കേണ്ടി വരും? 10 ജൂൾ കൊടുക്കേണ്ടി വരും. കൊടുത്തു. എന്നിട്ടും എന്ത് സംഭവിച്ചില്ല? ടെമ്പറേച്ചർ 1 ഡിഗ്രി കൂടിയില്ല. ഓക്കെ, നമ്മുടെ ഉദ്ദേശം 1 ഡിഗ്രി കൂട്ടുക എന്നുള്ളതല്ലേ. അപ്പോൾ ഞാൻ വീണ്ടും ചൂട് കൊടുത്തു. ഞാൻ അഡീഷണൽ ആയിട്ട് ഒരു 2 ജൂൾ കൂടെ കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഞാൻ ഇവിടുത്തെ സിറ്റുവേഷനിൽ എത്ര ജൂൾ ഹീറ്റ് കൊടുക്കേണ്ടി വന്നു? 12 ജൂൾ ഹീറ്റ് കൊടുത്തപ്പോഴാണ് ടെമ്പറേച്ചർ എത്ര ഡിഗ്രി കൂടിയത് മക്കളെ? 1 ഡിഗ്രി കൂടിയത്. നിങ്ങൾക്ക് മനസ്സിലായോ? ഇവിടുത്തെ കേസിൽ 10 ജൂൾ ഹീറ്റ് കൊടുത്തപ്പോഴേ ടെമ്പറേച്ചർ 1 ഡിഗ്രി കൂടി. ഇവിടുത്തെ കേസിൽ 12 ജൂൾ കൊടുത്തപ്പോഴാണ് ടെമ്പറേച്ചർ എത്ര ഡിഗ്രി കൂടിയത്? 1 ഡിഗ്രി കൂടിയത്. അപ്പോൾ ഏത് കേസിലാണ് കൂടുതൽ ഹീറ്റ് കൊടുക്കേണ്ടി വന്നത്? രണ്ടാമത്തെ സിറ്റുവേഷനിലല്ലേ? അപ്പോൾ ഏതാണ് വലുത്? CP അല്ലേ വലുത്? നിങ്ങൾക്ക് മനസ്സിലായ എന്താണ്? ആദ്യത്തെ കേസിൽ ഗ്യാസ് എത്ര ഗ്യാസ്? 1 മോൾ ഗ്യാസ്. രണ്ടാമത്തെ കേസിലും 1 മോൾ ഗ്യാസ്. അപ്പോൾ രണ്ടിൻ്റെയും ഇന്റേണൽ എനർജി ഒരുപോലെയാണ് കൂടുന്നത്. ഞാൻ എക്സാമ്പിളായിട്ട് എത്ര പറഞ്ഞു? 10 ജൂൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഫസ്റ്റ് കേസിൽ വോളിയം കോൺസ്റ്റന്റ് ആക്കി വെച്ച് ചൂടാക്കുന്ന സമയത്ത് ഞാൻ കൊടുക്കുന്ന ഹീറ്റ് മൊത്തം ഇന്റേണൽ എനർജി കൂടാൻ വേണ്ടി ഉപയോഗിച്ചു. അപ്പോൾ ഞാൻ എത്ര ജൂൾ കൊടുക്കേണ്ടി വരും? 10 ജൂൾ തന്നെ കൊടുക്കേണ്ടി വരും. രണ്ടാമത്തെ കേസിൽ അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ടെമ്പറേച്ചർ എത്ര കൂടും? 1 ഡിഗ്രി കൂടും. ഇനി രണ്ടാമത്തെ കേസിൽ നോക്ക്, ഇന്റേണൽ എനർജി എത്ര കൂടണം? 10 ജൂൾ കൂടണം. അപ്പം ഞാൻ 10 ജൂൾ ഹീറ്റ് കൊടുക്കണം. ഓക്കെ, കൊടുത്തു. ഇന്റേണൽ എനർജി കൂടി. ഇനി അടുത്തെന്താണ്? പക്ഷേ ടെമ്പറേച്ചർ എത്ര ഡിഗ്രി കൂടിയില്ല? 1 ഡിഗ്രി കൂടിയില്ല. അപ്പം ഞാൻ അഡീഷണൽ ആയിട്ട് ഹീറ്റ് കൊടുക്കേണ്ടി വരും. അപ്പം ഞാൻ അഡീഷണൽ ആയിട്ട് എത്ര ജൂൾ കൂടെ കൊടുത്തു? 2 ജൂൾ കൂടെ കൊടുത്തു. കൊടുത്തപ്പോൾ എന്താണ് സംഭവിച്ചത്? ഈ പിസ്റ്റൺ വെളിയിലേക്ക് നീങ്ങുന്ന കണ്ടു. അപ്പോൾ ഈ ജനറലി നമ്മൾ പ്ലെയിനായിട്ട് നമ്മൾ പറഞ്ഞാൽ ഇവിടെ ടോട്ടൽ ഞാൻ 12 ജൂൾ കൊടുക്കേണ്ടി വന്നു ടെമ്പറേച്ചർ 1 ഡിഗ്രി കൂടാൻ. ഇവിടെ 10 ജൂൾ കൊടുക്കേണ്ടി വന്നു 1 ഡിഗ്രി കൂടാൻ. അപ്പോൾ ഏത് കേസിലാണ് ഹീറ്റ് കൂടുതൽ? ഇവിടെയല്ലേ ഹീറ്റ് കൂടുതൽ. അപ്പോൾ ഇവിടെ ഈ അഡീഷണൽ ആയിട്ട് ഹീറ്റ് കൊടുക്കേണ്ടി വന്ന എന്തുകൊണ്ടാണ്? ഇവിടെ ഒരു വർക്കും കൂടെ ആ ഗ്യാസ് ചെയ്യുന്നു. അതുകൂടെ ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഹീറ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ വൈ CP ഈസ് ഗ്രേറ്റർ ദാൻ CV എന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഞാൻ ആൻസർ പറയാം. എന്താണ്? സേ വെൻ എന്താണ് 1 മോൾ ഓഫ് എ ഗ്യാസ് ഈസ് ഹീറ്റഡ് അറ്റ് constant volume, the heat given is utilized for increase of internal energy only. Then when the same amount of gas is heated at a constant pressure, the heat given is utilized for increase of internal energy and for doing a work. Then as the same amount of gas is taken, the increase of internal energy is same in both cases. So work is additional in the second case. So we have to give more heat in the second case. So CP is greater than CV എന്നാണ് എൻ്റെ ആൻസർ. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയും. See, when unit mass of a gas is heated at a constant volume, the heat given is utilized for increase of internal energy only. Then when the same amount of gas is heated at a constant pressure, the heat given is utilized for increase of internal energy and for doing a work. Okay, then the increase of internal energy is same in both cases. So work is extra in the second case. So we have to give more heat in the second case. That is CP is greater than CV. കാര്യം മനസ്സിലായോ? സേ രണ്ട് കേസിലെയും നിങ്ങൾ പറഞ്ഞാൽ മതി. രണ്ട് കേസിലെയും ഗ്യാസ് സെയിം ആണ്. എമൗണ്ട് ഓഫ് ഗ്യാസ് സെയിം ആണ്. ഇനി അടുത്തെന്താണ് ഞാൻ പറഞ്ഞത്? ആദ്യത്തെ കേസിൽ എന്ത് കോൺസ്റ്റന്റ്? വോളിയം. രണ്ടാമത്തെ കേസിലാ പ്രഷർ കോൺസ്റ്റന്റ്. രണ്ടിലും നിങ്ങൾ എന്ത് കൊടുക്കുന്നുണ്ട്? ഹീറ്റ്. ഓക്കെ, രണ്ടിലും നമ്മുടെ പർപ്പസ് എന്താണ്? ടെമ്പറേച്ചർ 1 ഡിഗ്രി കൂട്ടുക. അപ്പോൾ ആദ്യത്തെ കേസിൽ 10 ജൂൾ കൊടുത്തപ്പോൾ തന്നെ എന്ത് ചെയ്തു? ടെമ്പറേച്ചർ 1 ഡിഗ്രി കൂടി. രണ്ടാമത്തെ കേസിൽ 10 ജൂൾ കൊടുത്തപ്പോഴത്തേക്ക് എന്ത് ചെയ്തില്ല? ടെമ്പറേച്ചർ 1 ഡിഗ്രി കൂടിയില്ല. 12 ജൂൾ കൊടുത്തപ്പോഴാണ് സംഭവിച്ചത്. ശരിയല്ലേ? ഇനി രണ്ടും ഒരേ ഗ്യാസ് അല്ലേ? അപ്പോൾ ഇന്റേണൽ എനർജി ഡെഫിനറ്റ്ലി ഒരുപോലെയല്ലേ കൂടും? ആണ്. അപ്പോൾ അഡീഷണൽ ആയിട്ട് കൊടുത്ത ഈ ഹീറ്റ് എന്തിനു ഉപയോഗിച്ച് കാണും? അവിടെ ആ പിസ്റ്റണിനെ ചവിട്ടി വെളിയിൽ കളയാൻ വേണ്ടി ഉപയോഗിച്ച് കാണും. അവിടെ ഒരു വർക്ക് ചെയ്തു അല്ലേ? അപ്പോൾ CP ഈസ് ഗ്രേറ്റർ ദാൻ CV. ഓക്കെ, അപ്പോൾ ആ വർക്കിന് തുല്യമായ ഹീറ്റാണ് നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുക്കേണ്ടി വരുന്നത്. ഓക്കെ ആണേ? അപ്പോൾ ഇവിടെ കൊടുക്കേണ്ടി വരുന്ന ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റിനെ Q2 എന്നും ഇവിടെ കൊടുക്കേണ്ടി വരുന്ന ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റിനെ Q1 എന്നും ഞാൻ വിളിക്കുന്നു.
അപ്പോൾ ഏതാണ് വലുത്? ഏത് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റാണ് വലുത്? Q2 ആണ് വലുത്. എത്ര വലുത്? Q1-നേക്കാളും ഒരു വർക്ക് വലുത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഏത് ഹീറ്റാണ്, ഏത് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റാണ് വലുത്? രണ്ടാമത്തെ കേസിൽ അല്ലേ? അപ്പോൾ Q2 Q1-നേക്കാളും വലുത്. എത്ര വലുത്? ഒരു വർക്കിൻ്റെ അത്രയും വലുത്. അപ്പോൾ Q2 = Q1 + W എന്നാണ്. ക്ലിയർ ആണേ? അപ്പോൾ ഇത്രയാണ് സംഗതി. എന്തെങ്കിലും പ്രയാസം തോന്നിയോ? ഇനി നമ്മൾ ഒരു അടിപൊളി ഡെറിവേഷൻ ചെയ്യാൻ പോവാണ്. സൂപ്പർ സാധനമാണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സ്കൂളിൽ എക്സാമിന് ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യാമെന്ന് എനിക്ക് ഇപ്പോൾ അറിയാൻ പറ്റില്ല. കാരണം നിങ്ങളിതെല്ലാം അറിഞ്ഞേ പറ്റൂ. എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ കോർണർ ടു കോർണർ അറിഞ്ഞേ പോകാൻ പറ്റൂ. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ജസ്റ്റ് ചുമ്മാ പറഞ്ഞു വിടാം. ഇതൊക്കെ പ്ലെയിനായിട്ട് ചുമ്മാ നിങ്ങളെ പറ്റിക്കുന്ന പരുവത്തിൽ പറഞ്ഞു പോകാം. നിങ്ങൾക്ക് യാതൊരു ഡൗട്ടും വരില്ല. എനിക്കറിയാം, വരാതെ പഠിപ്പിക്കാൻ എനിക്കറിയാം. ഞാനെന്നല്ല, നമ്മൾ ഫീൽഡിൽ നിൽക്കുന്ന ആര് വിചാരിച്ചാലും അത് പറ്റും. എന്നിട്ട് ഇത് മതിയേ എന്ന് പറഞ്ഞാൽ നിങ്ങളും കേൾക്കും. പക്ഷേ ഇതിനകത്ത് ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എൻട്രൻസിന് നമ്മളെ കുഴയ്ക്കുന്നത് ആ സ്ഥലങ്ങൾ വെച്ചാണല്ലോ. നമ്മളെ കുഴച്ച അവിയൽ പരുവത്തിലായി കളയും. അതുകൊണ്ട് തേഞ്ഞു പോകും. അപ്പോൾ തേണോ? വേണ്ട, നമുക്ക് സ്മാർട്ടായിട്ട് പഠിക്കാം. ഓക്കെ, അടുത്തൊരു കിടിലം സാധനമാണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു സാധനം, മേയേഴ്സ് റിലേഷൻ. എന്തോന്നാണ്? മേയേഴ്സ് റിലേഷൻ. അടിപൊളിയാണ്. മേയറിൻ്റെ ബന്ധം ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, മേയർ എന്ന് പറയുന്നത് നമ്മുടെ മേയർ അല്ല. അപ്പം മേയേഴ്സ് റിലേഷൻ പറയട്ടെ. ഇപ്പോൾ ഒന്നുമില്ല, സിമ്പിൾ ഒരു സാധനം. നമുക്കൊരു ഗ്യാസ് എടുക്കാം. ഓക്കെ, ഒരു വെസൽ, ഒരു സിലിണ്ടറിൽ ഒരു ഗ്യാസ് എടുക്കാം. ഞാൻ 1 മോൾ ഗ്യാസാണ് എടുത്തത്. 1 മോൾ ഗ്യാസ്. ഓക്കെ, ഇനി ഈ ഇവിടെ ഒരു പിസ്റ്റൺ എല്ലാം ഉണ്ട്. ഇപ്പം ഞാൻ ചെയ്തത് എന്താണ്? ഇവിടുത്തെ ഇതങ്ങ് സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചു. ഓക്കെ, സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചു. അപ്പോൾ എന്ത് കോൺസ്റ്റൻ്റാണ്? വോളിയം കോൺസ്റ്റൻ്റാണ്. വോളിയം കോൺസ്റ്റൻ്റാണ്. ഓക്കെ, എൻ്റെ ഉദ്ദേശം എന്താണ്? ഇതിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി കൂട്ടണമെന്നാണ്. ഓക്കെ, അതിനുവേണ്ടി ഞാൻ എന്ത് കൊടുക്കേണ്ടി വരും മക്കളെ? ഹീറ്റ് കൊടുക്കേണ്ടി വരും. ഞാൻ ഹീറ്റ് കൊടുക്കേണ്ടി വരും. ഞാൻ കൊടുക്കുന്ന ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് കണ്ടുപിടിക്കാൻ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റിനെ ഞാൻ Q1 എന്ന് വിളിക്കാം. ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് കണ്ടുപിടിക്കാൻ mc∆T എന്നാണ് നിങ്ങൾ പഠിച്ച ഇക്വേഷൻ അല്ലേ? ഇനി മോളാണ് വരുന്നതെങ്കിൽ ഈ ഇക്വേഷൻ NC∆T നമുക്ക് എഴുതാം. ഓക്കെ, N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾ എന്നാണ്. M എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് എന്ന്. ഇനി അപ്പോൾ NC∆T എന്ന് എഴുതി. നിങ്ങൾ നോക്കൂ, ഇവിടെ നമ്പർ ഓഫ് മോൾസ് 1 അല്ലടാ, 1 ഇൻറ്റു ഇവിടുത്തെ C എന്ന് പറയുന്നത് എന്താണ്? CV അല്ലടാ. അപ്പോൾ CV പേടിക്കരുത്. ഇനി ∆T എന്ന് പറഞ്ഞാൽ ഇവിടെ 1 ഡിഗ്രി കൂട്ടണമെന്നാണ്. അത് എത്ര കൂട്ടിക്കോ? അപ്പോൾ ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ രണ്ട് കേസിൽ ഒരുപോലെ അല്ലേ ആണ്. അപ്പോൾ പ്രഷർ കോൺസ്റ്റന്റ് ആക്കി വെച്ച സമയത്തും വോളിയം കോൺസ്റ്റന്റ് ആക്കി വെച്ച സമയത്തും ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ സെയിം അല്ലായിരുന്നോ? അപ്പോൾ ∆Tയുടെ ആൻസർ സെയിം ആണ്. ഓക്കെ, അപ്പോൾ Q1ൻ്റെ ആൻസർ എന്ത് കിട്ടി? CV∆T എന്നാണ് കിട്ടിയത്. ഓക്കെ, അശ്വിനൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചോ? അപ്പോൾ ഇക്വേഷൻ നമ്പർ 1. ഇനി ഞാൻ ഇതേ ഗ്യാസിനെ എന്ത് ചെയ്തു? ഞാൻ ഇവിടുത്തെ സ്ക്രൂ ഒക്കെ എടുത്ത് മാറ്റി. എന്നിട്ട് ഇപ്പം പിസ്റ്റൺ മൂവ് ചെയ്യാൻ പരുവത്തിലിരിക്കുകയാണ്. ഇവിടുത്തെ പ്രഷർ കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് ചൂടാക്കാൻ പോകുന്നു. പ്രഷർ കോൺസ്റ്റന്റ് ആക്കി വെച്ചിട്ട് ചൂടാക്കാൻ പോകുന്നു. ഓക്കെ, അപ്പം ഞാൻ കൊടുക്കേണ്ടി വരുന്ന ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? പറ. mc∆T എന്നാണ് നമ്മൾ പണ്ട് പഠിച്ച ഇക്വേഷൻ. ഇവിടെ മോൾസ് ആയതുകൊണ്ട് ഇത് NC∆T നമ്മൾ മോഡിഫൈ ചെയ്യും. ഇവിടുത്തെ നമ്പർ ഓഫ് മോൾസ് 1 ആണ്. അപ്പോൾ 1. ഇവിടുത്തെ C എന്ന് പറയുന്നത് CP ആണ്. ∆T എന്ന് പറഞ്ഞാൽ നേരത്തെ ഇതിലും സെയിം ആണ്. അപ്പോൾ Q2ൻ്റെ ആൻസർ എത്രയാ? Q2 = CP∆T എന്നാണ്. എനിക്ക് രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടി. ആർക്കെങ്കിലും പ്രയാസം ഉണ്ടോ? ഇനി അടുത്തത് വീണ്ടും നോക്ക്. അപ്പോൾ 2 ഇക്വേഷൻ കിട്ടി. ഓക്കെ, അടിപൊളിയല്ലേ? ഇനി നിങ്ങൾ ഏത് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ആണ് കൂടുതൽ? Q1 ആണോ Q2 ആണോ കൂടുതൽ? നമുക്കറിയാം രണ്ടാമത്തെ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ആണ് കൂടുതൽ. അപ്പോൾ Q2 എന്ന് പറയുന്നത് Q1-നേക്കാളും കൂടുതലാണ്. എത്ര കൂടുതലാണ്? ഒരു വർക്ക് കൂടുതലാണ്. ആ വർക്ക് എന്താണ്? ഇവിടുത്തെ വർക്ക് എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന പിസ്റ്റൺ അവിടെ നിന്ന് ഈ പുതിയൊരു പൊസിഷനിലേക്ക് പുഷ് ചെയ്യപ്പെടും. അതല്ലേ അവിടുത്തെ വർക്ക്. ഇനി നമുക്കറിയാം വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഇപ്പോൾ Q2 = ഞാൻ എഴുതാണ്, ശ്രദ്ധിക്കുക, Q1 + വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് ഞാൻ എഴുതി. ഇനി ബാക്കി ഞാൻ ഇവിടെ എഴുതാണ്, പറഞ്ഞോ. Q2 = പേടിക്കാൻ ചെയ്യരുത്, ഒരുപാടുമില്ല, പുണ്ണാ കേസ്. നോക്ക് ഇവിടെ Q1 അതുപോലെ എഴുതി പ്ലസ്. ഇനി ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഷർ ഇൻറ്റു ഏരിയ. പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് ബൈ ഏരിയ. അപ്പം ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഷർ ഇൻറ്റു ഏരിയ. അപ്പം Fന് പകരം P × A എന്ന് എഴുതി. ഇനി D തന്നെ. ഓക്കെ, പേടിച്ചൊന്നുമില്ല. ഇനി നിങ്ങൾ പറയുക. അപ്പോൾ ഞാനിവിടെ ഒന്നും കൂടെ ആഡംബരത്തിൽ എഴുതാം. Q2 = നേരെ നോക്കിക്കൊണ്ടേ Q1 +
പി ഇൻറ്റു എ ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എ എന്ന് പറഞ്ഞാൽ പിസ്റ്റണിൻ്റെ ഏരിയയാണ്. ഇവിടെ ഇത്രയും ദൂരമാണ് ഡി. അപ്പോൾ എ ഇൻറ്റു ഡി എടുത്താൽ ഇത്രയും സ്ഥലത്തിൻ്റെ വോളിയം അല്ലേടാ, അത്രയും സ്ഥലത്തിൻ്റെ വോളിയത്തിനെ ഞാൻ ഡെൽറ്റ വി എന്ന് എഴുതാം. എന്താ വിളിക്കുക? ഡെൽറ്റ വി. കുളമാക്കരുത്. അപ്പോൾ വർക്കിൻ്റെ ആൻസർ എന്താണ്? ഇവിടെ നോക്ക്, വർക്കിൻ്റെ ആൻസർ എഫ് ഇൻറ്റു ഡി ആണ്. എഫ് ഇൻറ്റു ഡി എന്ന് പറഞ്ഞാൽ പി ഇൻറ്റു എ ഇൻറ്റു ഡി ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? പി ഡെൽറ്റ വി ആണ്. അപ്പോൾ ഓർത്തോണം, പലയിടവും നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ വർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? പി ഡെൽറ്റ വി എന്നാണ്. എന്താണ്? പി ഡെൽറ്റ വി. പ്രഷർ ഇൻറ്റു ചേഞ്ച് ഓഫ് വോളിയം. ഇല്ലാതാക്കരുത്. ബാക്കി ഞാൻ അവിടെ എഴുതാൻ പോവാണ്. Q2ന്റെ വാല്യൂ എന്താണ്? സി പി ഡെൽറ്റ ടി. ഇപ്പൊ Q2ന് പകരം സി പി ഡെൽറ്റ ടി എന്ന് എഴുതി. സീക്വൽ ടു Q1ന്റെ വാല്യൂ എന്താണ്? സി വി ഡെൽറ്റ ടി. സി വി ഡെൽറ്റ ടി. ഇനി പ്ലസ് ബാക്കി പറ പി ഡെൽറ്റ വി. പി ഡെൽറ്റ വി. ഒരു കുഴപ്പമില്ല. ഇനി നമുക്ക് അറിയാമെന്നുള്ളൊരു സാധനം ഞാൻ ഇവിടെ എഴുതാം. പി വി എന്ന് പറഞ്ഞാൽ എൻ ആർ ടി ആണെന്ന് നമുക്ക് പണ്ടേ അറിയാം. 1ാം ക്ലാസ്സിൽ പഠിച്ച ഇക്വേഷൻ. ഇവിടുത്തെ നമ്പർ ഓഫ് മോൾസ് 1 അല്ലേ? അപ്പോൾ പി വി ഈക്വൽ ടു ആർ ടി എന്ന് എഴുതാം. ഓക്കെ, ഞാൻ ഈ ഇക്വേഷനിൽ പി ഡെൽറ്റ വി എന്ന് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ആർ ഡെൽറ്റ ടി എന്ന് എഴുതാൻ പറ്റും. എന്താ ആറും കൂടെ ഡെൽറ്റ ആർ എന്ന് എഴുതാത്തത്? ആർ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ പി ഡെൽറ്റ വി എന്ന് എഴുതിയാൽ ആർ ഡെൽറ്റ ടി എന്ന് ആൻസർ എഴുതാം. അപ്പോൾ ഇവിടെ ഈ ഇക്വേഷനിൽ പി ഡെൽറ്റ ടി എന്ന് എഴുതിയ സ്ഥലത്ത് നമുക്കിവിടെ ഞാൻ കുളമാക്കി, അവിടെ ഒരു സംഭവം കുളമാക്കി. ഇവിടെ പി ഡെൽറ്റ വി ആണ്. പി ഡെൽറ്റ വി ആയിരുന്നു കണ്ടോ. Q1ന്റെ വാല്യൂ ഇട്ടു, പി ഡെൽറ്റ വി അല്ലായിരുന്നോ? തെറ്റിച്ചിട്ട് മിണ്ടിയില്ല അല്ലേ? അന്ത മിണ്ടിയിരിക്കുകയായിരുന്നു, പറയാൻ പറ്റാത്തതുകൊണ്ട് അല്ലേ? അപ്പോൾ പോട്ടെ. അപ്പോൾ സി പി ഡെൽറ്റ ടി ഞാൻ അതുപോലെ എഴുതി. പ്ലസ് സി പി ഡെൽറ്റ ടി ഞാൻ അതുപോലെ എഴുതി. ഇസ് ഈക്വൽ ടു സി വി ഡെൽറ്റ ടി അതുപോലെ എഴുതി. പ്ലസ് പി ഡെൽറ്റ വിക്ക് പകരം ആർ ഡെൽറ്റ ടി എഴുതാം. ആർ ഡെൽറ്റ ടി. അപ്പോൾ ഡെൽറ്റ ടി കട്ട് ചെയ്തു. എല്ലാത്തിലും ഡെൽറ്റ ടി ഉണ്ട്, കട്ട് ചെയ്യുക. ബാക്കി പറ സി പി ഈക്വൽ ടു സി വി പ്ലസ് ആർ എന്നാണ് കിട്ടിയത്. അല്ലെങ്കിൽ സി പി മൈനസ് സി വി എടുത്താൽ എന്തെന്ന് കിട്ടും? ആർ എന്ന് കിട്ടും. ഈ റിലേഷനെ വിളിക്കുന്ന പേരാണ് മേയേഴ്സ് റിലേഷൻ. അപ്പം മേയേഴ്സ് റിലേഷൻ പറ. മേയറുടെ റിലേഷൻ എന്താണ്? സി പി മൈനസ് സി വി ഈസ് ഈക്വൽ ടു ആർ എന്നാണ്. ആറിന് നമുക്കറിയാം പണ്ടേ. അപ്പോൾ എന്താണ്? ഗ്യാസ് കോൺസ്റ്റന്റ്. അപ്പോൾ സി പി മൈനസ് സി വി ഈസ് എ കോൺസ്റ്റന്റ്. വാട്ട് ഈസ് എ കോൺസ്റ്റന്റ്? ആർ. ഈ റിലേഷനെ വിളിക്കുന്ന പേര് മേയേഴ്സ് റിലേഷൻ. സാധാരണഗതിയിൽ പരീക്ഷയ്ക്ക് ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കും. സോ ഓൺസ് അഗെയിൻ ഐ വിൽ എക്സ്പ്ലെയിൻ ദ എൻറ്റയർ തിങ്സ്. ഓക്കെ, ലിസൺ പ്രോപ്പർലി. ഒറ്റ പ്രാവശ്യം പറയൂ, നമുക്ക് അറിയാന്നുള്ള കാര്യം തന്നെ. സോ യു കൺസിഡർ a cylinder filled with some gas. Okay, how much gas? 1 mole of gas. Okay, it is fitted with a piston like this. So initially the volume is kept constant. Okay, then see what is the purpose? I want to change the temperature by delta T. I want to change the temperature by delta T. Shall I? So I want to change the temperature by delta T. So for this I have to heat. Okay, so how much heat should be supplied? Quantity of heat required. So what is the equation to calculate quantity of heat? Quantity of heat is equal to mc delta T. Okay, here we are considering in moles. Okay, so you modify this equation, nc delta T. Okay, then how many moles are here? 1 mole of gas. So n is 1 into what is the C value? C is CV, then delta T. Okay, so quantity of heat is equal to CV delta T. Okay, അവിടെ ഇരിക്കട്ടെ. ഇനി എന്താണ്? The same gas is now heated at a constant pressure. Okay, then നിങ്ങൾക്ക് അറിയാം, see I have to supply more heat. Am I right? See quantity of heat to be supplied, Q2 is equal to para mc delta T. What is the m value here? M is n. Okay, so nc delta T. What is the n value? 1. So 1. Then what is C here? Cp, then delta T. Then see, so Q2 is equal to say Cp delta T. So which of these two is greater? The second one is greater. See, Q2 is greater than Q1. You know, am I right? Then see, Q2 is equal to Q1 plus what additional? Work additional. What is the work here? The gas pushes the piston outwards. Am I right? The piston comes to new position. Am I right? Then distance covered is D. The area of the piston is capital A. Am I right? So Q2 is equal to Q1 plus what is work? Work is equal to force into displacement. Am I right? Then Q2 is equal to Q1 plus what is force?
pressure is equal to force by area. So force is equal to pressure into area. So instead of force, you write pressure into area into displacement. Am I right? Then what is the next one? See, A into D. What is A into D? This is A. Okay. Then this is D. So A into D will be this much volume. It is delta V. What is it? Delta V. So I am modifying this. Say Q2 is equal to Q1 plus, instead of P, then AD, instead of AD you write delta V. Okay. Then what is the next thing I said? You know PV equal to nRT. Then here in this case n is equal to 1. So PV equal to RT. Then if I write P delta V, then I should write R delta T. Am I right? Then see, I am modifying. So Q2 is equal to Q1 plus, instead of P delta V I must write R delta T. Okay. Then put the values for Q1 and Q2. What is Q2? It is Cp delta T. So instead of Q2 you write Cp delta T is equal to, instead of Q1 you write Cv delta T, then plus R delta T. Delta T common in all terms, cancel, then balance. Cp is equal to Cv plus R. Okay. Or Cp minus Cv is equal to R. Okay. This relation is known by the name Mayer's relation. അങ്ങനെയുണ്ട്. പൊളിയല്ലേ? അടിപൊളിയല്ലേ? അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടെ ഞാൻ പറയാം. നിങ്ങളൊന്ന് ഫാസ്റ്റായിട്ട് സഹകരിച്ചാൽ ഒരു 2 മിനിറ്റ് പോലും വേണ്ട പെട്ടെന്ന് പറയാൻ. അവിടെ ഇരുന്ന് ഉറങ്ങിയെന്ന് ചെയ്യരുത്, കാരണം ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. സോ ഓൺസ് അഗെയിൻ സി കൺസിഡർ എ സിലിണ്ടർ filled with a gas. Okay. 1 mole of gas. Then see, it is fitted with, the cylinder is fitted with a tight piston. Okay. Then the volume of the gas is constant. So volume of the gas is constant. What is the aim? We want to increase the temperature by delta T. So I must provide heat. So I must supply heat. Okay. How much heat is to be supplied? Quantity of heat to be supplied is equal to, what is the equation? Our equation is mc delta T. Here we are considering in moles. So instead of m you write n. So nc delta T. How much moles? So 1 mole. So into, what is C here? Cv, then delta T. Then quantity of heat is equal to, I am getting Cv delta T. I am putting this answer in a box. Then what is the next one? See, the same amount of gas is heated at a constant pressure. Shall I? So I am heating the gas at a constant pressure. Then see, I must supply more quantity of heat. Quantity of heat to be supplied is Q2. How will you calculate? It is equal to mc delta T is a plain equation. Here in terms of moles, so I must write nc delta T. Number of moles is 1. So 1 into C is Cp, then delta T is delta T. So quantity of heat is equal to Cp delta T. So next equation I am getting. Then you know Q2 is greater than Q1. So Q2 is equal to Q1 plus work. Okay. See, what is the work done by the gas? The gas will push this piston like this. So the piston comes to new position. This distance is D. The area of the piston is A. Okay. Then Q2 is equal to Q1 plus work is equal to force into displacement. Force into displacement. Am I right? Then say Q2 is equal to Q1 plus, instead of force you can write pressure into area. Pressure into area, then displacement. Then A into D is what? Area of this part into distance is volume. Okay. It is a delta V. So Q2 is equal to, say Q2 is equal to Q1 plus ഇതിന് പകരം എന്ത് എഴുതാം? P into A into D ക്ക് പകരം delta V. Then Q2 ന് പകരം say you write Cp delta T. So Cp delta T is equal to Q1 ന് പകരം Cv delta T plus P delta V. Then what is the next one? We know PV equal to nRT. Here n is 1 mole. So PV equal to RT. Then if I write P delta V, then I can write R delta T. So this can be put there. So Cp delta T is equal to Cv delta T plus, what is P delta V? It is R delta T. Then see, delta T common, then cancel. We are getting Cp equal to Cv plus R, or Cp minus Cv is equal to R. This relation is known as Mayer's relation. അടിപൊളി. സ്മാർട്ട് അല്ലേ? ഡബിൾ സ്ട്രോങ് അല്ലേ? പേടിച്ച ഉറക്കം വരുന്നോ? നോക്കൂ, മണി 8 ഉള്ളൂ. ഇനി അരമണിക്കൂർ കൂടെ എന്നെ സഹിച്ചേ പറ്റൂ. ഓക്കെ. അപ്പോൾ നമുക്ക് ഒരു ഡെറിവേഷൻ കൂടെ പഠിച്ച് തീർക്കുമ്പോഴത്തേക്ക് 8:30 മണിയാവും. ഓക്കെ. അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ. അടുത്തിലേക്ക് പോട്ടെ. സ്ട്രോങ് അല്ലേ? നിങ്ങൾ സ്ട്രോങ് അല്ലെങ്കിൽ പോകില്ല. സ്ട്രോങ് ആണോ? ഓക്കെ.
അപ്പോൾ നമുക്ക് സ്ട്രോങ് ആണെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ പോവാണ്. ഓക്കെ, എറൈസ് ചെയ്യുന്നു. ഇനി 2-3 ആക്രി ടേംസ് ആണ്, അതുകൂടെ പറയാം. ഓക്കെ, റിവേഴ്സിബിൾ പ്രോസസ്സ്. റിവേഴ്സിബിൾ പ്രോസസ്സ് കണ്ടോ? അപ്പോൾ റിവേഴ്സിബിൾ പ്രോസസ്സ്. ഓക്കെ, റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സ് നടത്താൻ പോവാണ്. ഓക്കെ, അപ്പോൾ അതാണ്ട് ഒരു സിസ്റ്റം, ഇതാണ് ഒരു സിസ്റ്റം. ഓക്കെ, ഇതൊരു സിസ്റ്റമാണ്. ഇതിൻ്റെ ചുറ്റുമുള്ള കാര്യങ്ങളെ സറൗണ്ടിങ്സ് എന്ന് പറയും. എന്താ പറയുക? സറൗണ്ടിങ്സ്. അപ്പോൾ ഒരു സിസ്റ്റം ഉണ്ട്, സറൗണ്ടിങ്ങും ഉണ്ട്. സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? അമ്മ നോക്ക്, രാവിലെയൊക്കെ പാവം ആ അമ്മ, നമ്മുടെ അമ്മ എന്ത് ചെയ്യുന്നു, മോനെ ഒത്തിരി പാല് കൂടിയുടെ കുട്ട എന്ന് പറഞ്ഞ് പാലും കൊണ്ട് തരുന്നു. അപ്പോൾ അമ്മ പാല് കൊണ്ട് തരുന്ന എന്താണ്, ഗ്ലാസും പാലും ചേർന്നാണ് അവിടുത്തെ സിസ്റ്റം. ശരിയല്ലേ? അപ്പോൾ എന്ത് ചെയ്യുന്നു, അപ്പുറത്തെ വീട്ടിൽ പയ്യൻ നിന്ന് കൊതി വിടുന്നു. ശരിയല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് ആ നമ്മുടെ പാത്രം, ആ ഗ്ലാസും പാലും ആണ് അവിടുത്തെ സിസ്റ്റം. അത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ വീട്ടിലെ ചെറുക്കനും അമ്മയെ പള്ളി വിളിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളും ഒക്കെ കൂടെ ചേർന്നാണ് സറൗണ്ടിങ്സ്. അപ്പോൾ സിസ്റ്റം ആയിട്ട് കൺസിഡർ ചെയ്ത് ഗ്ലാസും പാലും, ഇനി അതിൻ്റെ വെളിയിലുള്ള എല്ലാത്തിനെയും വിളിക്കുന്ന പേര് സറൗണ്ടിങ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു സിസ്റ്റം ഉണ്ട്, സറൗണ്ടിങ്ങും ഉണ്ട്. ഓക്കെ, ഞാൻ ഒരു റിവേഴ്സിബിൾ പ്രോസസ്സ് എന്താണെന്ന് പറയാണ്. ഓക്കെ, റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് റിവേഴ്സിബിൾ പ്രോസസ്സ്. റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് റിവേഴ്സിബിൾ പ്രോസസ്സ്. ആദ്യം സിസ്റ്റം ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ സിസ്റ്റത്തിൻ്റെ കണ്ടീഷൻ ഇതാണ്. ഞാൻ ചുമ്മാ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഒരു കണ്ണ് വരയ്ക്കാം. ഇപ്പോൾ സിസ്റ്റം പണ്ട് കണ്ണ് തുറന്നിരിക്കുകയായിരുന്നു, ചുമ്മാ നമുക്ക് മനസ്സിലാവണ്ടേ. ഇനി സറൗണ്ടിങ് ആണെങ്കിൽ ഇവിടെ ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, ആട്ടാസ ചിരിയാണ്, കണ്ടില്ലേ? അപ്പോൾ ആട്ടാസ ചിരി ഇപ്പോൾ അത് സറൗണ്ടിങ് ആണ്. ഓക്കെ, അപ്പോൾ സിസ്റ്റവും സറൗണ്ടിങ്ങും ഓക്കെ വരച്ചു വെച്ചിരിക്കുകയാണ്. സിസ്റ്റം ഇങ്ങനെ ഇരിക്കുന്നു, ഇനി സറൗണ്ടിങ് അങ്ങനെ ഇരിക്കുന്നു. ഓക്കെ, ഇങ്ങനെ ഇരിക്കുകയാണ് ഇനിഷ്യൽ. ഇനി ഞാൻ സിസ്റ്റത്തിൽ ഒരു 10 ജൂൾ ഹീറ്റ് കൊടുത്തു. 10 ജൂൾ ഹീറ്റ് കൊടുത്തപ്പോഴത്തേക്ക് സിസ്റ്റം ഇങ്ങനെയായി. സിസ്റ്റം ഇങ്ങനെയായി, കണ്ണടച്ചു. സറൗണ്ടിങ് ആണെങ്കിൽ എന്ത് ചെയ്തു? സറൗണ്ടിങ് അപ്പോൾ എന്ത് ചെയ്തു? ചിരി മതിയാക്കി. ഓക്കെ, ചിരി മതിയാക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ സറൗണ്ടിങ് എങ്ങനെയായി. ഇനി വീണ്ടും ഞാനൊരു 5 ജൂൾ ഹീറ്റ് കൊടുത്തു. 5 ജൂൾ ഹീറ്റ് കൊടുത്തപ്പോഴത്തേക്ക് സിസ്റ്റം കണ്ണു തുറന്നു. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. സിസ്റ്റം കണ്ണു തുറന്നു. സറൗണ്ടിങ് ആണെങ്കിൽ ജസ്റ്റ് പകുതി തുറന്നു. കണ്ടില്ലേ? ഇതാണ് കണ്ടീഷൻ. അപ്പം ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്? ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു, സിസ്റ്റം ഇങ്ങനെ ഇരിക്കുകയാണ്. സിസ്റ്റത്തിന് 10 ജൂൾ ഹീറ്റ് കൊടുത്തപ്പോൾ അത് ഇങ്ങനെയായി, സറൗണ്ടിങ് ഇങ്ങനെയായി. ഇനി 5 ജൂൾ ഹീറ്റ് കൊടുത്തപ്പോൾ സിസ്റ്റം ഇങ്ങനെയായി, സറൗണ്ടിങ് ഇങ്ങനെയായി. ഇനി ഞാൻ എന്ത് ചെയ്തു? ഈ 5 ജൂൾ ഹീറ്റ് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് 5 ജൂൾ ഹീറ്റ് ഞാൻ തിരിച്ചെടുത്തു. നേരത്തെ കൊടുത്താണ് പോയത്. അപ്പോൾ 5 ജൂൾ ഹീറ്റ് ഇവിടുന്ന് തിരിച്ചെടുത്തപ്പോൾ സിസ്റ്റം ഇതുപോലെയായി, സറൗണ്ടിങ് ഇതുപോലെയായി. ഇനി 10 ജൂൾ ഹീറ്റിങ് വലിച്ചെടുത്തപ്പോൾ സിസ്റ്റം ഇങ്ങനെയായി, സറൗണ്ടിങ് ഇങ്ങനെയായി. അപ്പം ഞാൻ എന്താണ് ചെയ്തത്? നമ്മൾ ആദ്യം എന്താ ചെയ്തത്? ഇതാണ് സിസ്റ്റം, അതാണ് സറൗണ്ടിങ്. 10 ജൂൾ ഹീറ്റ് കൊടുത്തപ്പോൾ സിസ്റ്റം ഇങ്ങനെയായി, സറൗണ്ടിങ് ഇങ്ങനെയായി. ഇനി അടുത്ത 5 ജൂൾ ഹീറ്റ് കൊടുത്തപ്പോൾ സിസ്റ്റം ഇങ്ങനെയായി, സറൗണ്ടിങ് ഇങ്ങനെയായി. ഇനി അടുത്ത എന്താ ചെയ്തത്? 5 ജൂൾ ഹീറ്റ് തിരിച്ചെടുത്തപ്പോൾ സിസ്റ്റം ഇങ്ങനെയായി, സറൗണ്ടിങ് ഇങ്ങനെയായി. ഇനി 10 ജൂൾ ഹീറ്റ് തിരിച്ചെടുത്തപ്പോഴത്തേക്ക് സിസ്റ്റം ഇങ്ങനെയായി, സറൗണ്ടിങ് ഇങ്ങനെയായി. അപ്പോൾ എന്താണ് ചെയ്തത്? നേരത്തെ ഉള്ള അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് സിസ്റ്റം ഇങ്ങനെയാണ്, സറൗണ്ടിങ് ഇങ്ങനെയാണ്, സിസ്റ്റം ഇങ്ങനെയാണ്, സറൗണ്ടിങ് ഇങ്ങനെയാണ്, സിസ്റ്റം ഇങ്ങനെയാണ്, സറൗണ്ടിങ് ഇങ്ങനെയാണ്. ഇനി തിരിച്ചെടുക്കുന്ന സമയത്ത് അതേ പ്രോസസ്സുകൾ തന്നെ വീണ്ടും നമുക്ക്, അതേ സ്റ്റേജുകൾ തന്നെ നമുക്ക് വീണ്ടും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് റിവേഴ്സിബിൾ പ്രോസസ്സ്. അപ്പോൾ എന്താണ്? റിവേഴ്സിബിൾ പ്രോസസ്സ് ഈസ് എ പ്രോസസ് വിച്ച് ക്യാൻ ബി റിവേഴ്സ്ഡ് in such a way that the system and surroundings pass exactly through the same stages as in the original process. No change anywhere else in the universe എന്നൊക്കെ പറഞ്ഞ ആളുകളെ മനസ്സിലാവാത്തൊരു ഫോമിൽ നമ്മളാക്കും. എന്താണ് ഞാൻ പറഞ്ഞത്? ഒരു പ്രോസസ്സാണ്, ആ പ്രോസസ്സിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റും. റിവേഴ്സ് ചെയ്യാൻ പറ്റുമ്പോൾ എന്താണ്? നേരത്തെ അങ്ങോട്ട് പോയപ്പോൾ ഏതൊക്കെ കണ്ടീഷൻ വഴി സിസ്റ്റവും സറൗണ്ടിങ്ങും പാസ് ചെയ്തോ അതേ കണ്ടീഷൻ വഴി തിരിച്ചും വരാൻ പറ്റുമെങ്കിൽ അങ്ങനെയുള്ള പ്രോസസ്സിനെ പറയുന്ന പേരാണ് റിവേഴ്സിബിൾ പ്രോസസ്സ്. അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ ആളുകൾക്ക് മനസ്സിലാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളതിനെ കോളമാക്കും. എങ്ങനെ പറഞ്ഞു കൊടുക്കും? നോ ചേഞ്ച് എനിവെയർ എൽസ് ഇൻ ദ യൂണിവേഴ്സ്. അപ്പം പിന്നെ അവൻ ബാക്കി കാര്യങ്ങളൊക്കെ, ആ യൂണിവേഴ്സ് എവിടെ, ബാക്കി കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കും, അവനൊന്നും മനസ്സിലാവില്ല. അപ്പം അങ്ങനെ ആക്കുമ്പോഴത്തേക്കാണ് നമ്മൾ ഭയങ്കര കിടിലം ഫിസിസിസ്റ്റ് ആവുന്നത്.
ഓക്കെ, അപ്പോൾ ഓർക്കുക, സിമ്പിളായിട്ടൊക്കെ ആളുകൾ പറഞ്ഞു കൊടുത്താൽ ആളുകൾ കേട്ടോണ്ടിരിക്കും, അല്ലാതെ കടുപ്പപ്പെടുത്തിയൊക്കെ പറഞ്ഞു കൊടുത്താൽ ഇരിക്കില്ല. നമ്മളെ കേസും അങ്ങനെയല്ലേ, സിമ്പിളായിട്ട് വല്ലതൊക്കെ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് നല്ല സന്തോഷം. കടുപ്പത്തിലിരുന്ന് ഞാൻ ഇവിടെ നിന്ന് കടുകെട്ടിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഓടാ കാട്ടാളാന്ന് പറയില്ലേ? പറയും, ഡെഫിനറ്റ്. അപ്പോൾ എന്തൊക്കെയാണ്? വാട്ട് ഈസ് റിവേഴ്സിബിൾ പ്രോസസ്? ഇറ്റ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് it is a process which can be reversed. It is a process, ആ വേർഡ് തന്നെ ഉണ്ട്. It is a process which can be reversed in such a way that the system and the surroundings pass exactly through the same stages as in the original stage, no change anywhere else in the universe. Okay, ഒന്നും കൂടെ പറയൂ. Reversible process is a process which can be reversed in such a way that system and the surroundings pass exactly through the same stages as in the original process, no change anywhere else in the universe. ഓക്കെ, അപ്പോൾ ഇനി ഇങ്ങനെ നടത്താൻ പറ്റാത്ത പ്രോസസ്സിനെ അപ്പോൾ എന്തെന്ന് പറയും? ഇറിവേഴ്സിബിൾ പ്രോസസ്. സോ ഇഫ് എ പ്രോസസ് കനോട്ട് ബി ഡൺ ലൈക്ക് ദിസ്, ഇറ്റ് ഈസ് നോൺ ബൈ ദ നെയിം ഇറിവേഴ്സിബിൾ പ്രോസസ്. അപ്പോൾ ജസ്റ്റ് ഓർത്തിരിക്കണം. ഇപ്പോൾ റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. സോ ഇറ്റ് ഈസ് എ പ്രോസസ് വിച്ച് ക്യാൻ ബി റിവേഴ്സ്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ സിസ്റ്റം ആൻഡ് ദ സറൗണ്ടിങ്സ് പാസ് എക്സാക്ട്ലി ത്രൂ ദ സെയിം സ്റ്റേജസ് ആസ് ഇൻ ദ ഒറിജിനൽ പ്രോസസ്, നോ ചേഞ്ച് എനിവെയർ എൽസ് ഇൻ ദ യൂണിവേഴ്സ്. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. അടുത്ത ഒരു പ്രോസസ്സിൻ്റെ പേരാണ് സൈക്ലിക് പ്രോസസ്. സൈക്ലിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സിസ്റ്റം എടുക്കുന്നു. ഓക്കെ, അതിനൊരു സറൗണ്ടിങ് ഉണ്ടാവും. അപ്പോൾ ഒരു സറൗണ്ടിങ് ഉണ്ടാവും. ഇനി നമ്മൾ ഈ സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ ഏതെങ്കിലും പാരാമീറ്റേഴ്സ് എല്ലാം ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് സിസ്റ്റത്തിൻ്റെ ഷേപ്പ് മാറും. ഓക്കെ, ആദ്യം സിസ്റ്റം ഇങ്ങനെയാണ് ഇരുന്നതെന്ന് വെച്ചോ. ഓക്കെ, അപ്പോൾ ഇനി ആ സിസ്റ്റം എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെയായി. ഓക്കെ, ഇനി അടുത്ത സറൗണ്ടിങ് ഇങ്ങനെയാണ് ഇരുന്നതെന്ന് വെച്ചോ. അപ്പോൾ സറൗണ്ടിങ് ഇങ്ങനെയായി. ഓക്കെ, ഇനി അടുത്ത് ഞാൻ വീണ്ടും എന്തൊക്കെയാണ് ചെയ്തപ്പോഴത്തേക്ക് സിസ്റ്റം ഇങ്ങനെയായി. ഓക്കെ, സറൗണ്ടിങ് ആണെങ്കിൽ ഇങ്ങനെയായി. ഓക്കെ, ഇനി അടുത്ത് വീണ്ടും ഞാൻ ചെയ്തപ്പോഴത്തേക്ക് സിസ്റ്റം പഴയതുപോലെ ആയി. ഓക്കെ, ഞാൻ ഒന്നും ചെയ്തില്ല, ഞാൻ ഒന്നും അറിഞ്ഞില്ല. അപ്പം ഞാൻ എന്താണ് ചെയ്തത്? മനഃപൂർവ്വം ഒന്നും ചെയ്തതല്ല. ഞാൻ ആദ്യം സിസ്റ്റവും സറൗണ്ടിങ്ങും ഉണ്ടായിരുന്നു. അതിൻ്റെ ഏതെങ്കിലും പാരാമീറ്റേഴ്സൊക്കെ ഞാൻ മാറ്റി, പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം ഒക്കെ ഉണ്ടല്ലോ, ആ പാരാമീറ്റേഴ്സ് ചേഞ്ച് ചെയ്തപ്പോൾ സിസ്റ്റം ഇങ്ങനെയായി, സറൗണ്ടിങ് ഇങ്ങനെയായി. വീണ്ടും ഞാൻ എന്തൊക്കെയാണ് ചെയ്തപ്പോഴത്തേക്ക് സിസ്റ്റം ഇങ്ങനെയായി, സറൗണ്ടിങ് ഇങ്ങനെയായി. വീണ്ടും എന്തൊക്കെ ചെയ്തപ്പോഴത്തേക്ക് ഞാൻ ഞെട്ടിപ്പോയി. പഴയ അവസ്ഥയിലേക്ക് സിസ്റ്റവും സറൗണ്ടിങ്ങും മടങ്ങി വന്നെങ്കിൽ പ്രോസസ്സിൻ്റെ പേരാണ് സൈക്ലിക് പ്രോസസ്സ്. അപ്പോൾ വാട്ട് ഈസ് സൈക്ലിക് പ്രോസസ്സ്? നമ്മൾ നേരത്തെ പോലെ പർപ്പസ്ലി എന്ത് ചെയ്തതല്ല, റിവേഴ്സ് ചെയ്തതല്ല. നമ്മൾ ചെയ്തുകൊണ്ട് പോയി അവസാനം നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ തിരിച്ചെത്തി. അങ്ങനെയുള്ള പ്രോസസ്സിനെ പറയുന്ന പേരാണ് സൈക്ലിക് പ്രോസസ്സ്. വാട്ട് ഈസ് സൈക്ലിക് പ്രോസസ്സ്? ഇത് സൈക്ലിക് പ്രോസസ് ഈസ് എ പ്രോസസ് എന്താണ് ഇൻ വിച്ച് ദ സിസ്റ്റം ആൻഡ് അണ്ടർഗോസ് ചേഞ്ചസ്. It passes through different stages and finally arrives at the initial stage. എന്താണ്? See, what is cyclic process? It is a process in which the system undergoes change. System undergoes change. It passes through different stages and finally arrives at the original state. മനസ്സിലായ? What is cyclic process? It is a process in which the system undergoes changes. It passes through different stages and finally arrives at the original stage. ഓക്കെ, ഞാൻ പറയേണ്ട കാര്യമില്ല. അപ്പോൾ രണ്ട് ടേമും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പേടിച്ചാ എല്ലാവരും വിഷമിച്ചിരിക്കുകയാണോ? വയറ് വിശക്കണോ അശ്വിൻ പി കുമാറിന്? നോക്കൂ അശ്വിനേ. ഓക്കെ, അഭിഷേക്. ഓക്കെ, എല്ലാവരും അവിടെ ഇരിപ്പുണ്ട്. സിൽവർ സ്ട്രൈക്ക്. ഓക്കെ, എന്തൊക്കെ പറയുന്നുണ്ട്? സുചിത്ര, ചിത്ര. ഓക്കെ, അപ്പോൾ എനിവേ ഈ രണ്ട് ടേമും വളരെ ഇമ്പോർട്ടൻറ്റ്. കൊളാക്കൂലല്ലോ. റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ഉണ്ട് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന പ്രോസസ്സ്. അപ്പോൾ റിവേഴ്സ് ചെയ്ത് എന്ത് ചെയ്യും? സിസ്റ്റവും സറൗണ്ടിങ്ങും പ്രോസസ്സിനെ റിവേഴ്സ് ചെയ്യും. ഇനി സൈക്ലിക് പ്രോസസ് ആകുമ്പോഴത്തേക്ക് ചുമ്മാ ചേഞ്ച് ചെയ്ത് നടത്തിക്കൊണ്ടിരിക്കും, ഓട്ടോമാറ്റിക്കലി ഇനിഷ്യൽ സ്റ്റേജിലെത്തും. അതാണ് വ്യത്യാസം. ഓക്കെ, അപ്പോൾ ഇത് ഡെഫിനിഷൻസ് ഓർത്ത് വെച്ചോണം. 1 മാർക്ക് ക്വസ്റ്റനായിട്ട് ചോദിക്കും. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാമല്ലോ. അടുത്ത ഒരു ക്വസ്റ്റനും കൂടെ പറഞ്ഞിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി നമുക്ക് നാളെ എടുക്കാം. കാരണം ഇന്ന് ആ ഡെറിവേഷൻ കൂടെ എടുത്താൽ നിങ്ങൾ ചത്തുപോകും. ഓക്കെ, നാളെ ഹീറ്റ് എഞ്ചിനും കൂടെ പറയാനുണ്ട്. അപ്പോൾ പറയുമ്പോൾ തീരുമെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, തീർന്നില്ലെങ്കിൽ ഒരു ശകലം അങ്ങനെ ബാക്കി വരും. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. അടുത്ത ക്ലാസ് നമുക്ക് ഫിനിഷ് ചെയ്യാമെന്നുള്ളത്. ഓക്കെ, അപ്പം ഞാൻ അടുത്തതിലേക്ക് പോകാൻ പോവാണ്. ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞ ഒരു കാര്യം നിങ്ങളത് ചോദിക്കുകയാണ്, ആൻസർ പറയണം. വർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ആ പിസ്റ്റൺ വെളിയിലോട്ട് പുഷ് ചെയ്യപ്പെട്ടു. വർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? പി ഡെൽറ്റ വി അല്ലേ? പി ഡെൽറ്റ വി. നമുക്ക് പി ഡി വി എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ലല്ലോ, ഒരു കുഴപ്പമില്ല. ഇനി ഞാൻ പറയുന്നത് ഒരു ഡെറിവേഷനാണ്, ശ്രദ്ധിക്കുക. വർക്ക് ഡൺ
in isothermal process. നല്ല ഒരു ഡെറിവേഷനാണ്, വൃത്തിയായിട്ട് ശ്രദ്ധിച്ചിരിക്കണം, ഉറങ്ങുകയൊന്നും ചെയ്യരുത്. വർക്ക് ഡൺ ഇൻ ഐസോതെർമൽ പ്രോസസ്സ് പറഞ്ഞോട്ടെ. വർക്ക് ഡൺ ഇൻ ഐസോതെർമൽ പ്രോസസ്സ് നല്ലൊരു ഡെറിവേഷനാണ്, സ്റ്റാൻഡേർഡ് ഒരു സാധനം. ഞാൻ പറയാം. നിങ്ങൾ ഒരു ഗ്യാസ് എടുക്കുക, ഓക്കെ. അപ്പോൾ ഒരു ഗ്യാസ് എടുക്കുക, ഓക്കെ. അതിൻ്റെ ഇപ്പോഴത്തെ പ്രഷറും വോളിയവും ടെമ്പറേച്ചറും ഒക്കെ ഞാൻ പറയാം. ഇപ്പോഴതിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് P1 ആണ്, അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് V1 ആണ്, ഇപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ T ആണ്, ഓക്കെ. ഇനി ഇതിനെ സിസ്റ്റത്തിന് നമ്മൾ ചേഞ്ചസ് വരുത്തുന്നു, ഓക്കെ. അപ്പോൾ നോക്കൂ, ഇതിൻ്റെ ഈ കണ്ടീഷൻസ് എല്ലാം ചേഞ്ച് ചെയ്യാണ്. നിങ്ങൾക്ക് പ്രഷർ P2 ആയിട്ട് മാറി, വോളിയം V2 ആയിട്ട് മാറി, പക്ഷേ ടെമ്പറേച്ചർ T തന്നെയായിട്ട് നിലനിർത്തുന്നു. അപ്പോൾ എന്ത് പ്രോസസ്സ് മക്കളെ? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് അല്ലടാ. അപ്പോൾ ടെമ്പറേച്ചറിന് മാറ്റമില്ലാത്ത പ്രോസസ്സിൻ്റെ പേരെന്താണ്? ഐസോതെർമൽ പ്രോസസ് ആണ്. ഈ സമയത്ത് ചെയ്യുന്ന വർക്ക് എത്രയെന്നാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. നോക്കൊന്നുമില്ല, ഒരു ഗ്യാസ് ഒരു ഗ്യാസ്, ആ ഗ്യാസിൻ്റെ കണ്ടീഷൻസ് പറ. പ്രഷർ P1, വോളിയം V1, ടെമ്പറേച്ചർ T, ഓക്കെ. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? എത്രയാക്കി മാറ്റുന്നു? P2ഉം V2ഉം Tയും ആക്കി മാറ്റുന്നു. അപ്പോൾ ടെമ്പറേച്ചറിന് മാറ്റമില്ല. അപ്പോൾ ടെമ്പറേച്ചർ മാറ്റമില്ലാത്ത പ്രോസസ് ഏത്? ഐസോതെർമൽ പ്രോസസ്. അപ്പോൾ ഈ സമയത്ത് ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യുന്ന വർക്ക് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. വർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറ. ഞാൻ നേരത്തെ പഠിപ്പിച്ചത് വർക്ക് ഈസ് ഈക്വൽ ടു P ഡെൽറ്റ V എന്നാണ് അല്ലേ. അപ്പോൾ ചെറിയ വർക്കാണെങ്കിൽ നമ്മൾ DW എന്ന് വിളിക്കും. വർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? വർക്ക് ഈസ് ഈക്വൽ ടു PdV എന്ന് എഴുതും അല്ലേ. അപ്പോൾ നമ്മുടെ ഇവിടെ വോളിയം V1ൽ നിന്ന് V2ലേക്ക് ചേഞ്ച് ചെയ്തു. വോളിയം V1ൽ നിന്ന് V2ലേക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചെയ്യുന്ന വർക്ക് വലിയ വർക്കായിരിക്കും. ആ വർക്ക് കാണാൻ എന്ത് ചെയ്യും? ചെറിയ വർക്കാണെങ്കിൽ DW, വലിയ വർക്കാണെങ്കിൽ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ വലിയ വർക്ക് കാണാൻ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രൽ PdV എന്ന് ഞാൻ എഴുതി. ഇവിടെ വോളിയം ഏതൊക്കെയാണ്? V1 to V2 ആണ്. ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ഇനി ഞാനിവിടെ ബാക്കി എഴുതാം. PV എന്ന് പറഞ്ഞാൽ nRT ആണ്, ഓക്കെ. ഇനി അടുത്ത ഇതിൽ നിന്ന് P എന്ന് പറഞ്ഞാൽ nRT ഡിവൈഡഡ് ബൈ V എന്നാണ്. ഈ വാല്യൂ ഞാൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ വർക്കിൻ്റെ ആൻസർ പറ. ഇൻ്റഗ്രൽ, ഒരു പേടിയും വേണ്ട, V1 to V2, Pക്ക് പകരം nRT ഡിവൈഡഡ് ബൈ V എന്ന് എഴുതി, ബാക്കി dV അതുപോലെ എഴുതി. പേടിച്ചില്ലല്ലോ. ഇനി വർക്ക് ഈസ് ഈക്വൽ ടു, പേടിക്കാതെ പറ. ഇനി നോക്കൂ, എന്നും കോൺസ്റ്റൻ്റ് ആണ്. നമ്മളൊരു ഫിക്സഡ് നമ്പർ ഓഫ് മോൾസ് ആണ് എടുത്തത്. ഇനി 6 കോൺസ്റ്റൻ്റ് ആണ്. ഇനി ഇവിടുത്തെ ഈ കേസിൽ ഐസോതെർമൽ ആണ്, അപ്പോൾ ടെമ്പറേച്ചറും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇത് മൂന്നും പുറത്തെടുത്തു. ബാക്കി ഇൻ്റഗ്രൽ V1 to V2 പറ. V1 to V2 1/V dV എന്നാണ്. പേടിച്ചില്ല. ഇനി നമുക്കറിയാമെന്നുള്ള കാര്യം, ഇൻ്റഗ്രൽ 1/x dx എന്ന് പറഞ്ഞാൽ എന്താണ്? ln x എന്നോ അല്ലെങ്കിൽ log x to the base e എന്നോ നിങ്ങൾ എഴുതും ആണല്ലോ. ഇനി അതുപോലെ ആൻസർ പറയണം. വർക്ക് ഈസ് ഈക്വൽ ടു പെട്ടെന്ന് പറ. nRT അതുപോലെ എഴുതി, ഇനി ഇൻ്റഗ്രൽ 1/x dx ഷേപ്പിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇൻ്റഗ്രൽ 1/V dV ആണ്. അപ്പോൾ എന്താണ്? lnV എന്ന് എഴുതാം. lnV. ഈ ആൻസർ സ്ക്വയർ ബ്രാക്കറ്റിൽ ഇടണമെന്നാണ്. ലിമിറ്റ് സൈഡിൽ കൊടുക്കണം. V1 to V2. പേടിക്കല്ലേ V1 to V2. ഇനി അടുത്തെന്താണ്? ഇനി ഈ വിക്ക് പകരം അപ്പർ ലിമിറ്റും കൊടുക്കണം, ലോവർ ലിമിറ്റും കൊടുക്കണം. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് പറ. വർക്ക് ഈസ് ഈക്വൽ ടു, ആൻസറായി, nRT അതുപോലെ എഴുതി. അടുത്ത ln അപ്പർ ലിമിറ്റ് അല്ലേ, മൈനസ് ln ലോവർ ലിമിറ്റ്. പേടിച്ചില്ലല്ലോ. ഇനി log A മൈനസ് log B എന്ന് പറഞ്ഞാൽ എന്താണ്? log A ബൈ B എന്നാണ്. അപ്പോൾ അതാണ് ഇനി ഉപയോഗിക്കുന്നത്. അപ്പോൾ വർക്ക് ഈസ് ഈക്വൽ ടു nRT അതുപോലെ എഴുതി. ഇതിന് പകരം ln V2 ബൈ V1 എന്ന് എഴുതാം. V2 ബൈ V1 അതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. log A മൈനസ് log B എന്ന് പറഞ്ഞാൽ log A ബൈ B എന്ന് എഴുതിയത്. അപ്പോൾ ln V2 മൈനസ് ln V1 എന്ന് പറഞ്ഞാൽ ln V2 ബൈ V1. പേടിക്കരുത്, മാസ് അറിഞ്ഞുകൂടാത്തവരൊന്നും പേടിക്കല്ലേ. ഇനി അടുത്തത് ഞാൻ പറയാം. ln x എന്ന് പറഞ്ഞാൽ, ln എന്ന് പറഞ്ഞാൽ നോക്കുക, ഒന്നും തിന്നാതെ L മാത്രം വെളിയിൽ കാണുന്നതല്ല, ആ ln അല്ല ഇത്. ഇനി ln എന്ന് പറഞ്ഞാൽ എന്താണ്? log to the base e എന്നാണ്. അപ്പോൾ ln x എന്ന് പറഞ്ഞാൽ 2.303 log x to the base 10 എന്നാണ്. കുളമാക്കരുത്. എന്താണ് ഞാൻ പറഞ്ഞത്? ln x എന്ന് എഴുതിയാൽ അതിൻ്റെ ആൻസർ എന്താണ്? 2.303 log x to the base 10 എന്നാണ്. 10 അവിടെ എഴുതണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അതുപോലെ ഞാൻ എഴുതാൻ പോവാണ്. നോക്ക്, വർക്ക് ഈസ് ഈക്വൽ ടു ഈ nRT അതുപോലെ എഴുതി. നിങ്ങൾ പറയണം ഈ ln സംതിങ് എന്ന് പറയുന്നതിന് പകരം എന്ത് എഴുതാം? 2.303 ലോഗ് പറ ആ സാധനം V2 ബൈ V1 ടു ദ ബേസ് 10 എന്നാണ്. അപ്പോൾ ഞാൻ എഴുതുന്നു വർക്ക് ഈസ് ഈക്വൽ ടു, ഇതാദ്യം എഴുതൂ, 2.303 nRT
ലോഗ് V2 ബൈ V1 എന്നാണ്. ഇതാണ് വർക്ക് ഡൺ ഇൻ ആൻ ഐസോതെർമൽ പ്രോസസ്സ്. ഇത് ഒരു പാടുമില്ല. ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് ഇരുന്നാൽ മതി. ഇതിനകത്ത് മാത്സ് ഇല്ലാത്ത ആളുകൾ ടെൻഷൻ പിടിക്കരുത്, മസിൽ പിടിക്കരുത്, ഇറങ്ങി ഓടരുത്. കാരണം നിങ്ങൾക്ക് സെക്കൻഡ് ഇയർ ചെല്ലുമ്പോഴത്തേക്ക് കരഞ്ഞ് നെട്ടോട്ട് ഓടിപ്പോവും. അതുകൊണ്ട് പറയുന്ന പോലെ കേൾക്കണം, അല്ലെങ്കിൽ നമുക്ക് കയ്യിലൊന്നും നിൽക്കില്ല. ഓക്കെ, മാത്സ് പോലെയൊന്നും അല്ല. മാത്സിൻ്റെ 100 ഇരട്ടിയുണ്ട് നമ്മുടെ ഡെറിവേഷൻസ്. അത്രമാത്രം ബുദ്ധിമുട്ടുന്നതുകൊണ്ടാണ് പറഞ്ഞു പോണത്. നമുക്ക് ഈ ഉള്ള ചാപ്റ്റർ മൊത്തം പിള്ളേരെയും വെറുപ്പിച്ച് സാറന്മാരെയും വെറുപ്പിച്ച് ലോകത്തുള്ള എല്ലാ ആളുകളെയും വെറുപ്പിക്കുന്ന ഡെറിവേഷൻസും പഠിപ്പിച്ച് അത് കഴിയുമ്പോഴത്തേക്ക് ചാപ്റ്ററിനകത്ത് ഒരു 50 പ്രോബ്ലം ന്യൂമറിക്കൽസും കൂടെ കാണും. ഇത് ഏതെങ്കിലും വിടാൻ പറ്റുമോ? ഒന്നും വിടാനും പറ്റില്ല. അപ്പോൾ സാറന്മാരെന്ന് പറഞ്ഞാൽ കട്ടയും പടം പടങ്ങും. അതുകൊണ്ട് അത്രമാത്രം വലിയ സിലബസാണ്. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ടെൻഷൻ അടിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പം മാത്സ് അറിഞ്ഞുകൂടാത്തവർ ശ്രദ്ധിക്കാനുള്ളത്, ഇതിനകത്ത് ഞാൻ പറയുന്ന മാത്സിനെ നിങ്ങളങ്ങ് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അല്ലാതെ വേറെ ഒരു ടെക്നിക്കും ഇല്ല. അത് കുറേ പ്രാവശ്യമൊക്കെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ മണ്ടയിലും കയറിക്കോളും. അപ്പോൾ ഇനി വേറൊരു സ്ഥലത്ത് അതുപോലത്തെ സാധനം ഞാൻ പറയുമ്പോഴത്തേക്ക് കയറി വരും. നമ്മളെ ഗ്രാവിറ്റേഷനിൽ പലതും നമ്മൾ ഉപയോഗിച്ചതാണ്. ഗ്രാവിറ്റേഷൻ്റെ ആ ലാസ്റ്റിലൊക്കെ വന്ന ഡെറിവേഷൻസ് ഒക്കെ നിങ്ങൾ ഓർമ്മയിലുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് പറയാൻ പറ്റും. സോ ലിസൺ, ക്വസ്റ്റ്യൻ എന്താണ്? obtain work done in isothermal process. ഇത് 2 പ്രാവശ്യം കൂടെ പറയുമ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിയും. വേറെ പുതിയതായിട്ടൊന്നും ഞാൻ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഹാപ്പി ആയില്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻ obtain work done in isothermal process 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ചിരിക്കുക. സോ കൺസിഡർ എ സിസ്റ്റം. യു കൺസിഡർ എ സിസ്റ്റം whose conditions are P1 V1 T. Okay, മറക്കല്ലേ മക്കളെ? You consider a system whose conditions are P1 V1 T. Okay, the system undergoes an isothermal change. The conditions become P2 V2 T. Okay, ഇത്രയും മനസ്സിലായി. ഇനി അടുത്തെന്താണ്? See work done for small change of volume. Work done for small change of volume എങ്ങനെ കണ്ടുപിടിക്കും? വർക്ക് ഡൺ ഫോർ സ്മോൾ ചേഞ്ച് ഓഫ് വോളിയം ഈസ് PdV. ഓക്കെ, ഹിയർ ദ വോളിയം ഈസ് ചേഞ്ചിങ് ഫ്രം V1 to V2. വോളിയം ലാർജ് എമൗണ്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. സോ വർക്ക് ഡൺ ഫോർ ദാറ്റ് പ്രോസസ് ഈസ് ഈക്വൽ ടു പറ ഇന്റഗ്രൽ ദിസ് ഇന്റഗ്രൽ PdV. പേടിക്കരുത്. ഇനി ലിമിറ്റ് ഇവിടെ കൊടുക്കണം, V1 to V2 എന്നാണ്. ഓക്കെ, ഇനി അടുത്തെന്താണ് ഞാൻ പറഞ്ഞത്? ഞാൻ ഇവിടെ സൈഡിലോട്ട് കാണിക്കാം. PV എന്ന് പറഞ്ഞാൽ nRT ആണ്, നമുക്കറിയാം. ഇതിൽ നിന്ന് P എന്ന് പറഞ്ഞാൽ nRT ഡിവൈഡഡ് ബൈ V എന്നാണ്. ഇവിടെ ഈ Pക്ക് വരെ അതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ വർക്ക് ഈസ് ഈക്വൽ ടു, ഒരു പ്രയാസമില്ല, ഇന്റഗ്രൽ. മാത്സ് അറിഞ്ഞുകൂടാത്തവരൊക്കെ എൻ്റെ കൂടെ ഒന്ന് ഫോളോ ചെയ്ത് പറയാൻ നോക്കൂ. അപ്പോൾ V1 to V2 പറയൂ. Pക്ക് പകരം എന്താണ്? nRT ഡിവൈഡഡ് ബൈ V. അടുത്ത dV. പേടിച്ചില്ല. സോ വർക്ക് ഈസ് ഈക്വൽ ടു പറയൂ. ഇവിടെ n കോൺസ്റ്റന്റ് ആണ്, r കോൺസ്റ്റന്റ് ആണ്. ഐസോതെർമൽ പ്രോസസ് ആയതുകൊണ്ട് ടീം കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് ഒക്കെ എടുത്ത് പുറത്ത് പോയി. അപ്പോൾ nRT അതുപോലെ എഴുതി. ഇന്റഗ്രൽ V1 to V2 പറ 1/V dV എന്നാണ്. ഇനി അടുത്തെന്താണ്? വർക്ക് ഈസ് ഈക്വൽ ടു പറ. വർക്ക് ഈസ് ഈക്വൽ ടു പറഞ്ഞോ nRT അതുപോലെ എഴുതി. ഇനി ബാക്കി നമുക്കറിയാന്നുള്ള സാധനം ഇന്റഗ്രൽ 1/x dx എന്ന് പറഞ്ഞാൽ എന്താണ്? ln x എന്നാണ്. അല്ലെങ്കിൽ അതിനെ വേറെ രീതിയിൽ എന്തെന്ന് എഴുതും? log x to the base e. ഓക്കെ, ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? യൂളേഴ്സ് കോൺസ്റ്റന്റ്, നമ്മൾ പഠിച്ചതാണ്. അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ അന്ന് ക്ലാസ്സിൽ ഇല്ലാതിരുന്ന ആളുകൾ ആ ബേസിക് മാത്സിൻ്റെ വീഡിയോസ് എടുത്ത് വെച്ച് കാണാം. ഇനി ബാക്കി അപ്പോൾ ബാക്കി എഴുതാൻ പോവാണ്. വർക്ക് ഈസ് ഈക്വൽ ടു പറ മക്കളെ. വർക്ക് ഈസ് ഈക്വൽ ടു nRT അതുപോലെ എഴുതി. ഇന്റഗ്രൽ 1/x dx ആണെങ്കിൽ പറ ln x എന്ന് എഴുതും. അപ്പോൾ ഇന്റഗ്രൽ 1/v dv ആണെങ്കിൽ ln v എന്ന് എഴുതും. ln v. ഇതിനെ ഒരു സ്ക്വയർ ബ്രാക്കറ്റിൽ ഇടണമെന്നാണ് റൂള്. ഇനി ലിമിറ്റ് സൈഡിൽ എഴുതണം. ഇങ്ങനെയല്ലേ V1 to V2 നമ്മൾ ചെയ്തതെല്ലാം ഇങ്ങനെയാണ്. ആ കിട്ടിയ ആൻസർ സ്ക്വയർ ബ്രാക്കറ്റ് ഇടുക, ലിമിറ്റ് സൈഡിൽ ഇടുക. ഇനി അടുത്ത റൂൾ എന്താണ്? ഈ വിക്ക് വരെ അപ്പർ ലിമിറ്റും കൊടുക്കണം, പിന്നെ ലോവർ ലിമിറ്റും കൊടുക്കണം. അപ്പോൾ എന്താണ്? വർക്ക് ഈസ് ഈക്വൽ ടു nRT പറ ln V2 മൈനസ് ബാക്കി പറ ln V1. ഓക്കെ, ഇനി അടുത്ത് എന്താണ്? ലോഗ് എ മൈനസ് ലോഗ് ബി എന്താണ്? ലോഗ് എ ബൈ ബി. അപ്പോൾ ln എ മൈനസ് ln ബി എന്ന് പറഞ്ഞാൽ ln എ ബൈ ബി. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? വർക്ക് ഈസ് ഈക്വൽ ടു nRT അതുപോലെ എഴുതി. ഇതിനെ ln പറ V2 ബൈ V1 എന്ന് എഴുതി. ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. ഇനി എന്താണ് പറഞ്ഞത്? നോക്കൂ, ഞാൻ ഇവിടെ എഴുതാം. നോക്കൂ, ln x എന്ന് പറഞ്ഞാൽ 2.303 log x to the base 10 ആണ്. 10 ആണെങ്കിൽ അവിടെ ഒന്നും എഴുതണ്ട. അപ്പോൾ അതുപോലെ നമുക്ക് ഇതിൻ്റെ ആൻസർ എഴുതാം. പറ
വർക്ക് ഈസ് ഈക്വൽ ടു NRT അതുപോലെ എഴുതി. ഇനി ഇതിനെ നമുക്ക് അതുപോലെ നോക്കിയേ 2.303 പറഞ്ഞോ ലോഗ് V2 ബൈ V1 എന്നെഴുതാം. അടുത്ത് അപ്പോൾ വർക്ക് ഈസ് ഈക്വൽ ടു പെട്ടെന്ന് പറ 2.303 NRT ലോഗ് V2 ബൈ V1 എന്നാണ്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പോൾ ദിസ് ഈസ് എ വർക്ക് ഡൺ ഇൻ ആൻ ഐസോതെർമൽ പ്രോസസ്. അപ്പോൾ ചോദിച്ചാൽ ആൻസർ ഫൈനൽ ആൻസർ കിട്ടി. സോ വാട്ട് ഈസ് എ വർക്ക് ഡൺ ഫോർ ആൻ ഐസോതെർമൽ പ്രോസസ്? 2.303 NRT ലോഗ് V2 ബൈ V1 എന്നാണ് ഫൈനൽ ആൻസർ. കുഴപ്പമായിട്ട് തോന്നിയോ? ഞാൻ ഒന്നുകൂടെ സ്റ്റാർട്ടിങ് തൊട്ട് നിങ്ങളുടെ സഹായത്താൽ പറയാം. നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടെ സുഖം. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ പറയുക. ഓക്കെ, അപ്പോൾ എല്ലാം റൈസ് ചെയ്യണം. പറയൂ, വാട്ട് ഈസ് അവർ ക്വസ്റ്റ്യൻ? ഒബ്റ്റെയിൻ വർക്ക് ഡൺ. സമാധാനമായിട്ടിരിക്കും. സോ ഒബ്റ്റെയിൻ വർക്ക് ഡൺ ഇൻ ആൻ ഐസോതെർമൽ പ്രോസസ്. നിങ്ങൾ പറഞ്ഞ 5 മിനിറ്റ് മാക്സിമം. അപ്പോൾ ഒബ്റ്റെയിൻ വർക്ക് ഡൺ ഇൻ ആൻ ഐസോതെർമൽ പ്രോസസ്. അപ്പോൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും? യു കൺസിഡർ എ സിസ്റ്റം ഹൂസ് കണ്ടീഷൻസ് ആർ പറയൂ P1 V1 T. Okay, the system undergoes an isothermal process. The conditions become P2 V2 T. Okay, then അടുത്തെന്താണ്? See, if the volume changes by a small amount, work done for that process is equal to PdV. Okay, then അടുത്തെന്താണ്? Here the volume changes by a large amount. Am I right? See, work done for this process equal to integral PdV. Then limits V1 to V2. ഒരു കുഴപ്പമില്ല. ഇനി അടുത്തെന്താണ്? We know PV equal to NRT. Okay, then P equal to NRT divided by V. Okay, ഇനി അടുത്ത work is equal to integral V1 to V2. P ക്ക് പകരം NRT divided by V, ബാക്കി dV എന്നാണ്. Then constants are to be taken out. So work is equal to N constant, R constant in this process. See, isothermal process, T is a constant. T പുറത്തെടുത്തു. ബാക്കി integral V1 to V2 പറയൂ 1 by V dV. പേടിച്ചില്ല. ഇനി അടുത്തെന്താണ് ഞാൻ പറഞ്ഞത്? സോ integral 1 by x dx എന്ന് പറഞ്ഞാൽ ln x ആണ്. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം? വർക്ക് ഈസ് ഈക്വൽ ടു NRT അതുപോലെ എഴുതി. ഇതിൻ്റെ ആൻസർ എന്താണ്? ln V എന്നാണ്. ഇതിനെ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടു V1 to V2 എന്നും എഴുതി. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി അടുത്തെന്താണ് ഞാൻ പറഞ്ഞത്? ln x എന്ന് പറഞ്ഞാൽ എന്താണ്? 2.303 log x എന്നാണ്. ടു ദ ബേസ് 10 എന്നാണ്. അപ്പോൾ അതുപോലെ മാറ്റി പറ. അപ്പോൾ അതിന് മാറ്റുന്നതിന് പകരം ആദ്യം ഇവിടെ കറക്റ്റ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി. വർക്ക് ഈസ് ഈക്വൽ ടു ഇവിടെ ക്ലിയർ ചെയ്തിട്ട് പറഞ്ഞാൽ മതി. NRT അതുപോലെ എഴുതി. ബാക്കി നമ്മുടെ റൂൾ അനുസരിച്ച് ഇത് കാര്യം മാറ്റും. വിക്ക് പകരം അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും. പെട്ടെന്ന് പറ. ln അപ്പർ ലിമിറ്റ് മൈനസ് ln ലോവർ ലിമിറ്റ്. അടുത്തെന്താണ്? ഇനി നമ്മൾ ലോഗ് എ മൈനസ് ലോഗ് ബി എന്താണ്? ലോഗ് എ ബൈ ബി. അതുപോലെ പറയൂ വർക്ക് ഈസ് ഈക്വൽ ടു NRT. പെട്ടെന്ന് പറ. ലോഗ് എ ബൈ ബി ആണോ മക്കളെ? ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ ആ സാധനമാണ് ഇരിക്കുന്നത്. പെട്ടെന്ന് പറ. വർക്ക് ഈസ് ഈക്വൽ ടു NRT അതുപോലെ എഴുതി. പെട്ടെന്ന് പറ. NRT അതുപോലെ എഴുതി. ഇതിനിപ്പോൾ ഈ സാധനം ln സംതിങ്. അപ്പോൾ 2.303 പറ ലോഗ് V2 ബൈ V1 എന്ന് എഴുതി. അടുത്തെന്താണ്? ഇത് ആദ്യം വയ്ക്കുക. അപ്പോൾ വർക്ക് ഈസ് ഈക്വൽ ടു 2.303 NRT ലോഗ് V2 ഡിവൈഡഡ് ബൈ V1. സോ ദിസ് ഈസ് എ വർക്ക് ഡൺ ഇൻ ആൻ ഐസോതെർമൽ പ്രോസസ്. കാണാതെ പഠിക്കണം. സി നമുക്ക് ഇതിനകത്തുനിന്ന് ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾ അടുത്ത ദിവസം പറയേണ്ടതാണ് ഈ സ്റ്റാർട്ടിംഗ് കണ്ടീഷൻ ഏത് എന്ന് ഞാൻ ചോദിച്ചാൽ P1 V1 T എന്ന് പറയണം. ഇനി അടുത്ത കണ്ടീഷൻ ഏത്? P2 V2 T എന്ന് പറയണം. ഇനി വർക്ക് ഡൺ ഫോർ ദിസ് പ്രോസസ്സിൻ്റെ ആൻസർ എന്ത് എന്ന് ചോദിച്ചാൽ 2.303 NRT ലോഗ് V2 ബൈ V1 എന്ന് പറയണം. അതുകൂടാതെ ഒരു ഇക്വേഷൻ കൂടെ പറയണം. എന്താണ്? NRT ln V2 ബൈ V1. ഇത്രയും നിങ്ങൾ അറിയുക. ഓക്കെ, ബാക്കി നമ്മൾ ഇടയ്ക്കുള്ള സ്റ്റെപ്പുകൾ ഒരാൾ ചോദിക്കുമ്പോൾ മറന്നുപോയാലും നമുക്ക് ഈ ഫൈനൽ ആൻസറുകൾ ഓർത്തിരിക്കണം. അപ്പോൾ എങ്ങനെ കിട്ടിയെന്നൊക്കെ നമ്മളിപ്പോൾ ക്ലിയർ ആണ്. അപ്പോൾ നിങ്ങൾ പറയൂ ഇനിഷ്യൽ കണ്ടീഷൻ പറയൂ P1 V1 T എന്തായിട്ട് മാറി? P2 V2 T. ഇനി അടുത്ത് വർക്ക് ഡൺ ഫോർ ദിസ് പ്രോസസ് 2.303 NRT ലോഗ് V2 ബൈ V1. വേറൊരു ഫോമിൽ പറ NRT ln V2 ബൈ V1. ഓക്കെ, പഠിച്ചില്ലേ? ഓക്കെ ആണ്. അപ്പോൾ ഇത്രയാണ് മതി ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പം നമ്മൾ ഇന്ന് സ്റ്റാർട്ടിങ് തൊട്ട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഓർമ്മിപ്പിക്കാം. ആദ്യം പറഞ്ഞത് ട്രിപ്പിൾ പോയിന്റ്. ഓക്കെ, ട്രിപ്പിൾ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ കണ്ടീഷൻ അറ്റ് വിച്ച്
എന്താണ് സോളിഡ് ലിക്വിഡ് ആൻഡ് ഗേഷ്യസ് സ്റ്റേറ്റ്സ് ഓഫ് എ സബ്സ്റ്റൻസ് കോ എക്സിസ്റ്റ് ഇൻ തെർമൽ ഇക്വിലിബ്രിയം. ഇനി സോളിഡ് സ്റ്റേറ്റിനും ലിക്വിഡ് സ്റ്റേറ്റിനും ഇടയ്ക്കുള്ള കർവിൻ്റെ പേര് എന്താണ്? ഫ്യൂഷൻ കർവ്. ലിക്വിഡിനും ഗ്യാസിനും ഇടയ്ക്കുള്ളത് വേപ്പറൈസേഷൻ കർവ്. സോളിഡിനും ഗ്യാസിനും ഇടയ്ക്കുള്ളത് സബ്ലിമേഷൻ കർവ്. അത് നമുക്കറിയാം. പിന്നെ ആ ഗ്രാഫുകൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും വാട്ടറിൻ്റെയും ആ ട്രിപ്പിൾ പോയിന്റ് കാണിക്കുന്ന കർവുകൾ ഓർത്ത് വെച്ചോണം. പിന്നെന്താണ്? റിവേഴ്സിബിൾ പ്രോസസ്സ്, റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന പ്രോസസ്സ്. സൈക്ലിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ പ്രോസസ്സ് നടത്തി ലാസ്റ്റിൽ ഇനിഷ്യൽ സ്റ്റേജിൽ എത്തുന്നത്, അതാണ് സൈക്ലിക് പ്രോസസ്സ്. പിന്നെ നമ്മൾ പറഞ്ഞത് വർക്ക് ഡൺ ഇൻ ഐസോതെർമൽ പ്രോസസ്സ്. അതിൻ്റെ ആൻസർ അറിയാലോ, 2.303 NRT log V2/V1. വേറൊരു ഫോമിൽ പറഞ്ഞാൽ എന്താണ്? NRT ln V2/V1. ഇനിഷ്യൽ കണ്ടീഷൻ P1 V1T, ഫൈനൽ കണ്ടീഷൻ P2 V2T. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചിട്ട് വരണം. നാളെ വരുമ്പോഴത്തേക്ക് ഇത് ക്ലിയർ ആയിട്ട് പഠിച്ചിട്ട് വരണം. അപ്പോൾ നാളത്തെ ക്ലാസ്സിൽ നമുക്കിനി വർക്ക് ഡൺ ഇൻ അഡയാബാറ്റിക് പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ അത് സ്റ്റാർട്ടിങ്ങിൽ ആദ്യം പറയുന്ന ഡെറിവേഷൻ അതായിരിക്കും. ഓക്കെ, അപ്പോൾ അത് പറഞ്ഞിട്ട് നമുക്ക് നാളെ ആ സംഭവം വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിച്ച് നല്ല സ്മാർട്ടായിട്ട് വരിക. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ മറ്റ് ബാച്ചുകളിൽ ഒരു പുതിയ കാര്യം പറഞ്ഞിട്ടുണ്ട്. പ്ലസ് ടുവിന് സൂപ്പർ 50 ബാച്ചിൻ്റെ കാര്യം പറഞ്ഞല്ലോ. സൂപ്പർ 50 എന്ന് പറയുന്ന ഒരു ബാച്ചുണ്ട് പ്ലസ് ടുവിന്. അപ്പോൾ നിങ്ങളിപ്പോൾ പ്ലസ് 1 പഠിക്കുകയാണ്. അപ്പോൾ പ്ലസ് 2ലേക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ സൂപ്പർ 50 എന്ന് പറയുന്ന ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാം. അതിൻ്റെ ടൈം എന്ന് പറയുന്നത് വൈകുന്നേരമാണ്. വൈകുന്നേരം 3 hours ആണ്. 5 to 8 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. 5 to 8 ആണ് അതിൻ്റെ ടൈം. പിന്നെ എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട്. പിന്നെ സൺഡേയും ക്ലാസ് ഉണ്ട്. സൺഡേ ഫുൾ ഡേ ആയിരിക്കും ആൾമോസ്റ്റ്. അപ്പോൾ ഇതാണ് എൻ്റെ ടൈം. ഇപ്പം നേരത്തെ അവരുടെ ബാച്ചിന് ക്ലാസ് തുടങ്ങും, അവസാനിപ്പിക്കുന്നത് ഒക്ടോബർ മാസത്തിലായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു ബാച്ച്. അപ്പോൾ അത് എൻട്രൻസിന് 100% എൻട്രൻസിനെ കൂടുതൽ ഫോഴ്സ് ചെയ്ത് അവരെ റിസൾട്ടാക്കി എടുക്കുക എന്നുള്ളൊരു പർപ്പസിലാണ് ആ ബാച്ച് ചെയ്യുന്നത്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ, കാരണം ഈ ആഴ്ച കൂടെ അതിൻ്റെ അഡ്മിഷൻ ഉണ്ട്. അപ്പോൾ ഇന്നൊക്കെ ആയപ്പോഴത്തേക്ക് ആൾമോസ്റ്റ് അത് ഫില്ലായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒരു കുറച്ച് സീറ്റ് കൂടെ കാണണം. അപ്പോൾ അത് ഈ ആഴ്ച ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പറയണം. പിന്നെ വേറെ 10th ഫൗണ്ടേഷൻ്റെ ക്ലാസ്സിൻ്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും കുട്ടികൾ നിങ്ങളുടെ ഫ്രണ്ട്സോ നിങ്ങളുടെ അനിയന്മാരോ അനിയത്തിമാരോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ അഡ്മിഷനും എടുക്കാനുള്ള സമയമായി. അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഒരുപാട് ഇപ്പോൾ ഇനിയിപ്പോൾ റിവിഷനും ഒക്കെ ആരംഭിക്കുകയാണ്. അപ്പോൾ റിവിഷൻ ആരംഭിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം കുട്ടികൾ പാവപ്പെട്ട ഒരുപാട് പിള്ളേരുണ്ട്, പൈസയൊന്നും ഇല്ലാത്ത ഒരുപാട്. അപ്പോൾ അവർക്കൊരു ഗുണം ആവട്ടെ. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ദൈവം സഹായിച്ചുകൊണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നു. അപ്പോൾ ബാക്കിയുള്ള ഒരുപാട് പേർക്ക് ഒരു ഹെൽപ്പായിട്ട് മാറും. മാക്സിമം പേർക്ക് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. പിന്നെ അതിൻ്റെ ബെല്ലൈക്കണൊക്കെ ഇത് ചെയ്യാൻ പറയണം, എന്നാലേ നോട്ടിഫിക്കേഷൻസ് അവർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു രാത്രി. അപ്പോൾ അടുത്ത ദിവസം വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്, ബൈ ബൈ. Just see what comes to be. She said we're all made in Hollywood, fake loving and hating on silver screens, believing everything we come to see. Go outside, it feels so good. We're loving and hating and making scenes. Now we just see everything we believe. We just